എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു ദിവസത്തിന്റെ തുടക്കത്തിലേക്ക്, പുതിയൊരു പ്രഭാതത്തിലേക്ക് സ്വാഗതം. കുറച്ച് പോസിറ്റീവായ ഒരു വാർത്തയോടെ ഈ ദിവസം നമുക്ക് തുടങ്ങാം. അത് ഇന്നലെ രാത്രി വൈകി വന്ന ആശ്വാസത്തിന്റെ വാർത്തയാണ്. നിമിഷപ്രിയയുടെ മോചനത്തിൽ തീരുമാനമായി എന്ന് കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിക്കുന്നു. ഔദ്യോഗികമായി ഇക്കാര്യങ്ങൾ സ്ഥിരീകരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൂടി വരേണ്ടതുണ്ട്. അങ്ങനെ ഒരു സ്ഥിരീകരണം ഇപ്പോഴും ഇല്ലെങ്കിൽ പോലും നേരത്തെ നമുക്കറിയാം, വധശിക്ഷ മാറ്റിവെക്കാനുള്ള തീരുമാനവും സമാനമായ രീതിയിൽ കാന്തപുരത്തിന്റെ ഓഫീസ് വഴിയാണ്. ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തിയാണ് അദ്ദേഹം, ആ വഴിയാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഒരാശ്വാസത്തിന്റെ നേരിയ വെളിച്ചം കാണുന്നുണ്ട് നിമിഷപ്രിയയുടെ കുടുംബത്തെ സംബന്ധിച്ച്. അതേസമയം ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്തയുണ്ട്. അത് ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവവുമായി ബന്ധപ്പെട്ടാണ്. അവിടേക്ക് കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രതിനിധികൾ എത്തുന്നുണ്ട്. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി അവരെ കുടുക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നു എന്നാണ് CBCIയുടെയൊക്കെ ആരോപണം. ഈ വിഷയങ്ങൾ നമുക്ക് വളരെ വിശദമായി പരിശോധിക്കാം. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, ധർമ്മസ്ഥലയിൽ ന്യൂസ് 18 കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അവിടെ നിന്നുള്ള വാർത്തകൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിർണായകമായ നീക്കങ്ങൾ SITയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കും പോകാം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. നിമിഷപ്രിയയ്ക്ക് ആശ്വാസം, വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്ന് കാന്തപുരത്തിന്റെ ഓഫീസ്. മാപ്പ് നൽകിയിട്ടില്ലെന്ന് തലാലിന്റെ സഹോദരൻ. പ്രതികരിക്കാതെ വിദേശകാര്യ മന്ത്രാലയം. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ ജാമ്യത്തിനായി ഊർജിത ശ്രമം. കോടതിയിൽ ഇന്ന് അപേക്ഷ നൽകിയേക്കും. അനിൽ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള BJP സംഘം ഛത്തീസ്ഗഡിൽ. UDF നേതാക്കളും ഛത്തീസ്ഗഡിലേക്ക്. ഓപ്പറേഷൻ സിന്ദൂരിൽ ചർച്ച തുടരും. പ്രധാനമന്ത്രി ഇന്ന് ലോക്സഭയിൽ സംസാരിക്കും. ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിൽ നിലപാട് വ്യക്തമാക്കും. രാജ്യസഭയിലും ഇന്ന് ചർച്ച 16 മണിക്കൂർ നീളും. ചേർത്തല പള്ളിപ്പുറത്ത് വീട്ടുവളപ്പിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയേറുന്നു. സ്ഥലമുടമ സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ. ശരീരാവശിഷ്ടങ്ങൾ പെട്രോൾ ഒഴിച്ച് കത്തിച്ച നിലയിൽ. ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ ജയ്സമ്മയുമായുള്ള ബന്ധം സമ്മതിക്കാതെ സെബാസ്റ്റ്യൻ. ഫോൺ കോളുകൾ കണ്ടെത്തി ക്രൈംബ്രാഞ്ച്. വിശദമായ വാർത്തകൾ നോക്കാം. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയ്ക്ക് ആശ്വാസം, വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായി എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ. മാപ്പ് നൽകാമെന്ന് കുടുംബവുമായുള്ള ചർച്ചയിൽ ധാരണയായതായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ചു. മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാൻ ധാരണയായി എന്നാണ് വിവരം. നിമിഷപ്രിയയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുമെന്ന് ചാണ്ടി ഉമ്മൻ MLA പ്രതികരിച്ചു. ഇങ്ങനൊരു വധശിക്ഷ റദ്ദാക്കി എന്ന അറിയിപ്പ് കിട്ടിയിരിക്കുന്നു. യമനിലെ സനയിൽ നടന്ന ചർച്ചയിൽ അങ്ങനെ ധാരണ വന്നിരിക്കുന്നു എന്ന് കേൾക്കുന്നതിൽ അതിയായ സന്തോഷം. അവരുടെ കുടുംബവുമായിട്ടുള്ള ചർച്ചകൾ തുടരണം എന്നുള്ളതാണ് എനിക്കുള്ള അഭിപ്രായം. ഇക്കാര്യത്തിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഇത് കേട്ടപ്പോൾ. ഇതിന് എല്ലാവരെയും, പ്രത്യേകിച്ച് ആദരണീയനായ കാന്തപുരം ഉസ്താദിനെ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ വളരെ സജീവമായി ആത്മീയ അതുപോലെ തന്നെ ജുഡീഷ്യൽ മേഖലകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ എനിക്ക് പറയാതിരിക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ആദരണീയ ഗവർണർ, അദ്ദേഹത്തിന്റെ ഇടപെടലും ഇതുപോലെ തന്നെ എംബസി വഴി അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ, അദ്ദേഹം നടത്തിയ എല്ലാ ഇഫേർട്സിനെയും അഭിനന്ദിക്കുകയാണ്. എംബസി ആദരണീയനായ അംബാസിഡറെ ഞാനിന്ന് മീറ്റ് ചെയ്തിരുന്നു. ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ മലയാളിയായ ശ്രീ അബു മാത്തൻ, അവരെ രണ്ടുപേരെയും അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുക. അവർ നടത്തിയ എഫേർട്സ്, ശ്രീ സാമുവൽ ജെറോമും അതുപോലെ തന്നെ നിമിഷപ്രിയയുടെ കുടുംബം ഈ കാലം അത്രയും ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാൻ സാധിക്കും. അതേസമയം കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കം തുടരുകയാണെന്ന് സമസ്ത നേതാവ് ജവാദ് AP പ്രതികരിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം ഇതുവരെയും ഈ വിഷയത്തിൽ വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. വിവരങ്ങളുമായി അഭിലാഷ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. അഭിലാഷ്, ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം
ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇല്ലെങ്കിലും വധശിക്ഷ റദ്ദാക്കിയ സമയത്ത്, വധശിക്ഷ മാറ്റിവെച്ച സമയത്ത് വിവരം വന്ന അതേ സോഴ്സ് വഴിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിവരം വരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പക്ഷേ തലാലിന്റെ സഹോദരൻ ഇക്കാര്യത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു എന്ന രീതിയിലും വാർത്തകൾ വരുന്നുണ്ടല്ലോ. ഏറ്റവും ഒടുവിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇനി കൂടുതൽ വിവരങ്ങൾ വരേണ്ടത് എവിടെ നിന്നാണ്? ശ്രീജ, ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ ആശ്വാസം നൽകുന്ന ഒരു വാർത്തകളാണ് ഇപ്പോൾ യമനിൽ നിന്ന് വരുന്നത്. അതായത് ഇന്നലെ രാത്രിയോടെയാണ് ജവാദ് പി മുസ്തഫാവിയുടെ FB പോസ്റ്റ് വഴി നമുക്ക് ലഭിച്ചത്. അതായത് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇന്നലെ രാത്രി മുതൽ നമുക്ക് ലഭിക്കുന്നത്. അതേസമയം വധശിക്ഷ മാത്രമേ നിർത്തലാക്കിയിട്ടുള്ളൂ. കൂടുതൽ ഇനിയിപ്പോൾ അത് വധശിക്ഷ കഴിഞ്ഞിട്ട് ജീവപര്യന്തം തടവാണോ അല്ലെങ്കിൽ മോചനമാണോ എന്നുള്ള കാര്യത്തിൽ ഇനി ഇത് വ്യക്തത വരേണ്ടതുണ്ട്. അക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടക്കുകയാണ്. ഈ ചർച്ചകൾക്കായിട്ട് നിമിഷപ്രിയയുടെ ഭർത്താവും മകളും അടക്കം ഇപ്പോൾ യമനിലുണ്ടെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതേസമയം നമുക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് തലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിന് പിന്നാലെ വന്നിരുന്നു. തലാലിൻ്റെ സഹോദരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള ചർച്ചകളും കുടുംബവുമായിട്ട് നടന്നിട്ടില്ല, വധശിക്ഷ നിർത്തലാക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടുകളും കുടുംബം സ്വീകരിച്ചിട്ടില്ല, ഈ വാർത്തകൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് തനിക്കറിയില്ല എന്നുള്ളതാണ് അബ്ദുൾ മെഹദി ഇന്നലെ ഈ വാർത്തകൾ വന്നതിന് പിന്നാലെ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇക്കാര്യത്തിൽ ഇപ്പോൾ ജവാദ് മുസ്തഫാവി തന്നെ നമ്മളോട് ന്യൂസ് 8 പ്രതികരിച്ച പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ നിന്ന് തന്നെ പലരും ഈ മോചനം നടപ്പാവാതിരിക്കാനുള്ള രീതിയിൽ പല ശ്രമങ്ങളും നടത്തുന്നു. യമനിലെ ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നു. നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകരുത് എന്നുള്ള തരത്തിൽ അവർ അവിടെ ചില നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള നിർഭാഗ്യകരമായിട്ടുള്ള ചില കാര്യങ്ങളും ജവാദ് മുസ്തഫാവി ന്യൂസ് 8 പങ്കുവച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് ഈ വാർത്തയിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല, സ്ഥിരീകരണം വന്നതിന് ശേഷം മാത്രം പ്രതികരിക്കാമെന്നുള്ളത്. എന്തായാലും നമുക്ക് ലഭിക്കുന്ന വിവരം, കാരണം ശ്രീജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വധശിക്ഷ നീട്ടിവെച്ചു, കഴിഞ്ഞ 14-ന് നടത്താനിരുന്ന വധശിക്ഷ നീട്ടിവെച്ചു എന്ന് പറയുന്ന വാർത്ത ആദ്യം പുറത്തുവിട്ടതും ഈ ജവാദ് മുസ്തഫാവിയാണ് തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് വീണ്ടും പറയുന്നത് ഈ വധശിക്ഷ ഒഴിവാക്കിയിരിക്കുന്നു, ഇനി മോചനത്തിനായുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് എന്നുള്ള ആശ്വാസകരമായ വാർത്ത പുറത്തുവിട്ടത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ ഈ വാർത്തയിൽ ഒരു സ്ഥിരീകരണം നമുക്ക് പ്രതീക്ഷിക്കാം. അവിടുത്തെ പണ്ഡിതന്മാരും യമനിലെ പണ്ഡിതന്മാരും അതുപോലെ തന്നെ നയതന്ത്ര ഉദ്യോഗസ്ഥരും അവിടെ യമനിലെ ഭരണാധികാരികളുമെല്ലാം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ കുടുംബവുമായിട്ട് നടക്കുമ്പോൾ ഒരു അനുനയ ശ്രമം അവിടെ ഉണ്ടാകുമെന്നും കുടുംബം അനുനയിക്കപ്പെടുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതേസമയം തന്നെ ദയാധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇനിയിപ്പോൾ തീരുമാനങ്ങൾ ഒന്നും ആയിട്ടില്ല. ആ കാര്യത്തിലാണ് ഇനി തീരുമാനങ്ങൾ വരേണ്ടത്. ദയാധനം സ്വീകരിക്കും, അത് എത്രയായിരിക്കും, ആ ധനം എങ്ങനെ കണ്ടെത്തും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ ചർച്ച മുന്നോട്ട് പോകും. ഈ സമയത്ത് നമുക്ക് ഏറ്റവും പ്രതികൂലമായിട്ട് ഉണ്ടാവാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് തലാലിൻ്റെ കുടുംബം അനുനയ ശ്രമത്തിന് വഴങ്ങിയില്ലെങ്കിൽ ഇപ്പോൾ നീട്ടിവച്ചിരിക്കുന്ന വധശിക്ഷ ഏത് സമയം വേണമെങ്കിലും അവർ നടപ്പാക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ആശങ്കയുള്ളത്. അതേസമയം ദയാധനത്തിന്റെ കാര്യത്തിൽ കൂടെ ഒരു തീരുമാനമുണ്ടായാൽ, അഭിലാഷ്, ഈ ദയാധനം സ്വീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിമിഷപ്രിയയ്ക്ക് ജയിൽ മോചനം സാധ്യമായേക്കും. അതല്ലെങ്കിൽ ഈ ശിക്ഷയിൽ ഒരു ഇളവ് കൊടുത്തുകൊണ്ട് ജയിലിൽ തന്നെ തുടരുക, അങ്ങനെ രണ്ട് സാധ്യതകളല്ലേ ഇപ്പോൾ മുന്നിലുള്ളത്? അതെ, അതായത് ഇപ്പോൾ വധശിക്ഷ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. ഒന്നുകിൽ മോചനം അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് എന്നുള്ളതാണ് ഇപ്പോഴുള്ള നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻസ്. ഇതിൽ ഏതാണ് നടപ്പാവുക എന്നുള്ള കാര്യത്തിലാണ് ഇനിയിപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. അതിൽ വളരെ പ്രത്യാശ നൽകുന്ന രീതിയിലാണ് ജവാദ് പി മുസ്തഫാവി അടക്കമുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നത്. ചാണ്ടിയുമ്മൻ അടക്കം പറഞ്ഞു, അതായത് ഇനി മുതൽ മോചനത്തിനായിട്ടുള്ള ശ്രമമാണ്, വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമം വിജയിച്ചിരിക്കുന്നു, ഇനി മുതൽ നടക്കേണ്ടത് മോചനത്തിനായിട്ടുള്ള ശ്രമങ്ങളാണ്. ആ ശ്രമങ്ങൾ അതിശക്തമായ രീതിയിൽ അവിടെ മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ സേവ് നിമിഷപ്രിയ ഫോറം, നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അടക്കമുള്ള ആളുകൾ അവിടെ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട്
വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ചർച്ചകളിൽ തലാലിൻ്റെ കുടുംബത്തിലെ ഒരു വലിയ വിഭാഗം ആൾക്കാർ ദയാധനം സ്വീകരിച്ച് നിമിഷപ്രിയയെ മോചിപ്പിക്കണമെന്നുള്ള ഒരു കാര്യത്തിലേക്ക് അനുനയ ശ്രമത്തിലേക്ക് വിജയിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം ഒരു വിഭാഗം തലാലിൻ്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മേദി അടക്കമുള്ള ആൾക്കാരാണ് ഇതിനൊരു വിലങ്ങുതടിയായി ഇപ്പോഴും നിൽക്കുന്നത്. തൻ്റെ സഹോദരനെ ക്രൂരമായി കൊന്നു, അതിനുശേഷം ശരീരത്തെ കണ്ടിച്ചു കളഞ്ഞു. ഇത്തരത്തിലുള്ള വലിയ ക്രൂരമായ കൊലപാതകം ചെയ്തവർക്ക് ദൈവത്തിൻ്റെ കോടതിയിലുള്ള ശിക്ഷ കിട്ടണം എന്നുള്ളതാണ് തലാലിൻ്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മഹദി പറയുന്നത്. ഇത്തരത്തിൽ കുടുംബത്തിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ മതപണ്ഡിതന്മാരെ ഉൾപ്പെടുത്തി അനുനയ ചർച്ചകൾ അവരെ ഉൾപ്പെടുത്തി അവരുടെ സഹായത്തോടു കൂടി കുടുംബത്തെ അനുനയിപ്പിച്ച് അവരെ കൊണ്ട് ദയാധനം സ്വീകരിപ്പിച്ച് നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിലെ ശ്രമങ്ങൾ, അതായത് തൂക്കുകയറിൻ്റെ ചുവട്ടിൽ നിന്നാണ് നിമിഷപ്രിയയെ ഇപ്പോൾ തൂക്കുകയറിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള ആളുകളുടെ പങ്ക് വളരെ വലുതാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ശ്രമങ്ങൾ നിമിഷപ്രിയയെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ യമനിൽ നടക്കുകയാണ്. ശ്രീജ. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കം തുടരുകയാണെന്ന് തന്നെയാണ് യമനിലെ സൂഫി പണ്ഡിതന്റെ ശിഷ്യൻ കൂടിയായ ജവാദ് മുസ്തഫാവി പ്രതികരിച്ചത്. ഇന്നലെ രാത്രി വാർത്ത വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ചർച്ചകൾ അവിടെ സജീവമായി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പലതരത്തിലുള്ള ചർച്ചകൾ, കുടുംബവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാത്രമല്ല, ഭരണകൂടവുമായുള്ള ചർച്ചകളും അവിടെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി ഏത് തരത്തിലുള്ള ചർച്ചയായിരിക്കും നടക്കുക? മോചനത്തിനുള്ള ചർച്ചകൾ അത് കുടുംബത്തെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോ ഇതില് അത്രയും ക്രൂരമായ ഒരു ക്രൈം നടന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ മകന്റെ, അവരുടെ സഹോദരന്റെ, അവരുടെ സുഹൃത്തിന്റെ ഈ ഒരു രക്തത്തിന്റെ വേദനയും അതുമായി ബന്ധപ്പെട്ട വൈകാരിക പ്രകടനങ്ങളും സ്വാഭാവികമായിട്ടും അവരിൽ നിന്നുണ്ടാകും. അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്. ആ ചർച്ചകളിലൊക്കെ വളരെ സന്തോഷകരമായ റിസൾട്ടുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചർച്ചകൾ തുടരുകയാണെന്നും പോസിറ്റീവാണെന്നുമാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹി കൂടിയായ അഡ്വക്കേറ്റ് KR സുഭാഷ് ചന്ദ്രനും പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. സ്വാഭാവികമായി ഞാൻ അതാ നേരത്തെ സൂചിപ്പിച്ചത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വധശിക്ഷ എന്ന് പറയുന്ന ഒരു ശിക്ഷയിൽ നിന്നാണ് എനിക്ക് മോചനം ലഭിക്കുന്നത്. ഇപ്പൊ റഹീമിന്റെ കേസ് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം, റഹീമിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൗദിയിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന റഹീമിന്റെ ആ ഇരയുടെ കുടുംബത്തിന് നമ്മൾ പണം നൽകിയതിനു ശേഷം പോലും അദ്ദേഹത്തെ മോചിപ്പിക്കാൻ സാധിക്കാതെ 1 വർഷത്തോളം കടന്നുപോയിരിക്കുകയാണ്. അപ്പോൾ നിമിഷയുടെ കേസിനകത്താണെങ്കിൽ പോലും ഈ പറയുന്ന വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ വധശിക്ഷയിൽ നിന്ന് ഇളവ് നൽകാൻ വേണ്ടി ആ കുടുംബം ഒരു താൽക്കാലികമായ തീരുമാനം എടുക്കുന്നു എന്ന് പറയുന്ന സമയത്തും മറ്റ് ശിക്ഷാ കാലാവധി, അതായത് എത്ര കാലം ആ ജയിലിനകത്ത് കഴിയേണ്ടി വരും, അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് ആ കുടുംബം ഈ പറയുന്ന ദിയാദനം സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണമായും നിമിഷയെ മോചിപ്പിക്കാൻ തയ്യാറാകുമോ എന്നുള്ള കാര്യങ്ങൾക്കകത്തൊക്കെ വരും ദിവസങ്ങൾക്കകത്ത് ചർച്ച നടത്തേണ്ടതുണ്ട്. അക്കാര്യങ്ങളൊക്കെ തുടർ ചർച്ചകളുടെ ഭാഗമായി തീരുമാനിക്കേണ്ടതാണ്. ഇപ്പോൾ അക്കാര്യത്തിനകത്ത് കാരണം ആ തീരുമാനം എടുക്കേണ്ടത് കുടുംബമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും എനിക്കൊരു പ്രതികരണം നടത്താൻ വേണ്ടി സാധിക്കില്ല. നിമിഷയെ മോചിപ്പിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പൂർണ്ണമായിട്ടുള്ള ചർച്ചകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. അക്കാര്യങ്ങൾക്കകത്തുള്ള ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ ഞങ്ങൾ നടത്തിയതുപോലുള്ള പ്രവർത്തനം, വളരെ സജീവമായുള്ള പ്രവർത്തനം കേരളീയ പൊതുസമൂഹത്തിന്റെ പിന്തുണയോടുകൂടി തന്നെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു വശത്ത് അങ്ങനെ ഒരു ആശ്വാസകരമായ വാർത്ത വരുമ്പോഴാണ് മറുവശത്ത് ഇന്ത്യയിൽ ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ഒക്കെ ആരോപിച്ച് ജയിലിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടാവുന്നത്. മനുഷ്യക്കടത്ത് ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇതിനിടെ കേരളത്തിൽ നിന്നുള്ള BJP സംഘം ഇന്ന് ഛത്തീസ്ഗഡിലെത്തും. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രിയെ കാണും. UDF സംഘവും ഇന്ന് റായ്പൂരിലെത്തും. ബെന്നി ബെഹനാൻ, ഫ്രാൻസിസ് ജോർജ്, NK പ്രേമചന്ദ്രൻ തുടങ്ങിയവരാണ് UDF സംഘത്തിലുള്ളത്. അതേസമയം കന്യാസ്ത്രീകൾ ഉടൻ ജാമ്യാപേക്ഷ സമർപ്പിക്കും എന്നതാണ് ലഭിക്കുന്ന വിവരം. ഇനി നമ്മൾ പോകുന്നത് ധർമ്മസ്ഥലയിലേക്കാണ്. ധർമ്മസ്ഥലയിൽ ഇന്നലെ SIT ടീം അവിടെ എത്തി. അവർ ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതനുസരിച്ചുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. ദുരൂഹ മരണങ്ങൾ അന്വേഷിക്കുന്ന SIT സംഘത്തിൽ പൂർണ്ണമായും പ്രതീക്ഷ അർപ്പിക്കുകയാണ് ആക്ഷൻ കമ്മിറ്റി. DGPയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് സത്യം പുറത്തു കൊണ്ടുവരാനാകുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു. +2 വിദ്യാർത്ഥിനി സൗജന്യയുടെ കൊലപാതകത്തെ തുടർന്ന് രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയാണ് ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പര സംബന്ധിച്ച ഈ വെളിപ്പെടുത്തലുകളിലേക്കെല്ലാം നയിച്ചത്. ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലിൽ ഏറ്റവും നിർണായക പങ്കുവഹിച്ചത് സൗജന്യ കൊലക്കേസ് തന്നെയാണ്.
ആ കേസാണ് ഇതിനെല്ലാം വഴിത്തിരിവായത്. അതിനാണ് വലിയ കൂട്ടായ്മ രൂപപ്പെട്ടത്, ആക്ഷൻ കമ്മിറ്റി രൂപപ്പെട്ടത്. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം വിപുലമായി ആരംഭിച്ചതുമൊക്കെ. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് സൗജന്യ ആ മൃതദേഹം സംസ്കരിച്ച സ്ഥലത്താണ്. എൻ്റെ കൂടെ ജയന്തുണ്ട്, ഈ സമരങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്ന അവരുടെ ഒരാളായ ജയന്തുണ്ട്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം വന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മളുള്ളത് സൗജന്യയുടെ മൃതദേഹം സംസ്കരിച്ച സ്ഥലത്തും വീട്ടിലുമാണ്. എങ്ങനെ കാണുന്നത്? സന്തോഷ വിഷയം വന്നത്. സൗജന്യ ഒരു കൊച്ചിൻ്റെ ഇതിലാണ് വന്നേക്കുന്നത് എന്ന് പറഞ്ഞില്ലേ. അത് ഞങ്ങൾ ദൈവരൂപ്യാന്ന് അന്നോളെങ്കിൽ പറഞ്ഞോളാം. ദൈവരൂപ്പായിട്ട് നിൽക്കുന്നത്. ഇന്നല്ല മുമ്പിലെ കാലത്ത് എവിടെയെങ്കിലും ഇങ്ങനെ അത്യാಚಾരമായി കൊലയായി കാണാതെ ആവുന്ന പ്രശ്നം വരുമ്പം ഇത് ഇവിടെ വന്ന് പറഞ്ഞാൽ 100% ശരിയാവും. അത് ആ ഒരു ലെവൽ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ ദേവീക്ഷേത്രം എന്നൊക്കെ പേരെന്ന് പറഞ്ഞ് അത് ഇതേപോലെ 1000 വർഷങ്ങൾ മുമ്പ് ഇതേപോലെ ഓരോ പ്രശ്നങ്ങളായിട്ടാണ് ഒരു ക്ഷേത്രം എന്ന് വന്നേക്കുന്നത്. അന്നേരം ഒരു 100 വർഷം കഴിയുമ്പോഴത്തേ അതിൻ്റെ തിരിഞ്ഞ് ഓരോ പേരുകൾ തിരിഞ്ഞിട്ടായിട്ട് ആ ഒരു വരുന്നത്. പിന്നെ അവിടുത്തെ വരുന്ന ആ ശക്തിനെ മണ്ഡലമെല്ലാം ഡിപ്പെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതും ഇപ്പം തന്നെ എത്രയോ ആൾക്കാർ വന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് പറഞ്ഞ് ഞങ്ങൾ എത്രയോ കാര്യങ്ങൾ ശരിയാക്കുന്നുണ്ട്. ഇപ്പം ഈ സൗജന്യം എന്ന് പറഞ്ഞാൽ സൗജന്യം മാത്രമല്ല, ഒരു ആത്മാവ് മാത്രമല്ല, ഇവിടെ എത്രയോ 1000 ആത്മാവുണ്ട് ഇതിൻ്റെ കൂടെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ മതി ഇവിടെ. ഇനിയിപ്പം ഈ ദേശത്ത് തന്നെ ഇപ്പം കണ്ടില്ലേ, കർണാടക ഇവിടെ നിന്ന് തുടങ്ങിയിട്ട്, ഈ ധർമ്മസ്ഥലം നിന്ന് തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ എന്താ ലോകം അറിഞ്ഞില്ലയോ സൗജന്യം ആരെ എന്താന്ന്? അത് ലോകം അറിയാൻ പോകുന്നതേ ഉള്ളൂ മുമ്പിൽ വരുന്ന കാലത്ത്. എന്നാൽ ഇന്നത്തെ കാലത്തൊക്കെ നമുക്ക് കാനൂനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ഒരു ലെവലിലെത്തി ഞങ്ങൾ. ഈ സൗജന്യ കേസിനകത്ത് എല്ലാ രീതിയിലും എല്ലാ ഓഫീസർമാരെയും എല്ലാം കോടതിയും കയറി ഇറങ്ങി മനസ്സിലായി എന്താ ഈ അധികാരികളുടെ അവസ്ഥ, എന്താ ഈ സർക്കാർ എന്ന് പറഞ്ഞ എന്താ. അതൊക്കെ അവരുടെ ലാഭത്തിന് മാത്രം, വേറെ ഒന്നല്ല. നല്ലത് ചെയ്യണം, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് ക്ലിയർ ആക്കണം എന്ന് പറഞ്ഞ് 100% ഇല്ല. എല്ലാം അവരുടെ ലാഭത്തിന്. രാജിക്കാന്ന് പറഞ്ഞാൽ ഞാൻ മന്ത്രിയായി, ഞാൻ ഇത് കൂട്ടിവെച്ച സമ്പത്ത് ഇനിയൊരുത്ത് അടിച്ചുകൊണ്ട് പോകരുത്, ഇനിയൊരുത്ത് കേസിടാൻ പാടില്ല, ഇങ്ങനെ ആയിട്ട് മക്കളെ കൊണ്ടുവരും MLA മന്ത്രിയായിട്ട്. ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കുടുംബ പാരമ്പര്യം നിലനിൽക്കണം, അല്ലാതെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ലാസ്റ്റ് വരുന്ന ഇങ്ങനെയുള്ള ജീവങ്ങൾ പോയി കഴിയുമ്പോൾ അത് നമുക്ക് അറിയുന്ന ആത്മ ഉണ്ട്. അതൊക്കെ കൂടിക്കഴിഞ്ഞാൽ തന്നെ വലിയ ശക്തിയായിട്ട് തന്നെ നിലനിൽക്കുമെന്ന് ഞാൻ പറയുന്നിരിക്കുന്നു. അതായത് എത്ര വലിയ സത്യങ്ങളും കുഴിച്ചു മൂടപ്പെട്ടാൽ, ആഴത്തിൽ കുഴിച്ചു മൂട്ടാലും ഒരു ദിവസം പുറത്തു വരുമെന്ന് പറയാറുണ്ട്. അതുപോലെ സൗജന്യം അതിനൊരു നിമിത്തമായി, അങ്ങനെ തന്നെയല്ലേ വിശ്വസിക്കുന്നത്? 100% സൗജന്യം പറഞ്ഞില്ലേ. ഇത് ഈ കൊച്ചു പോയത് വെളുപ്പിനെ കോളേജിൽ പോയതാ. ഇവിടെ വീട്ടിൽ പുത്തരി ഉണ്ടായിരുന്നു. പുത്തരി ആയതുകൊണ്ട് വൈകുന്നേരം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ അമ്പലത്തിൽ അവരുടെ അമ്പലമുണ്ട്, ദേവീക്ഷേത്രമുണ്ട്. അവൾ തന്നെയായിരുന്നു ഈ സൗജന്യമായിരുന്നു എല്ലാം പൂജയും കാര്യം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ ആ ഒരു ദേവീ രൂപത്തിൽ ഇവൾ നിൽക്കുന്ന ഇപ്പം ഈ സൗജന്യം എന്ന് പറഞ്ഞത്. ഇല്ലെന്ന് പറഞ്ഞ് ഇത്രയും കൊലകളെല്ലാം കൊന്ന് എത്രയോ കുഴിച്ചിട്ട് കഴിഞ്ഞ് അല്ലേ, റെക്കോർഡില്ലാതെ സമയത്ത് ചെയ്ത് കഴിഞ്ഞ്. അന്ന് ഇതെന്തോ ഇതൊരെണ്ണം നിൽക്കുന്നത് ഇത്ര വർഷം നിലയുന്നത്. അതിൻ്റെ കൂടെ മഹേഷ് തിമറുടെ എന്ന് പറഞ്ഞിട്ട് ഗിരീഷ് മട്ടണ ഇവരെല്ലാം ചേർന്ന് ഇതിനൊരു ശക്തിയായി. അതിപ്പം ഞങ്ങളെന്ന് പറഞ്ഞാൽ നേരിട്ട് കാര്യം പറയാം, ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളെ നിയമിച്ചിട്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുക. അതായത് സൗജന്യയുടെ അച്ഛൻ ഇന്നില്ല, അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു, ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിരിക്കുന്നു. കേസിലെ സാക്ഷികളെല്ലാം മരിച്ചിരിക്കുന്നു. എന്നിട്ടും സൗജന്യ കേസിൽ ഇപ്പോഴും വലിയ വഴിത്തിരിവ്. ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് ഇത് പ്രധാനമായും അന്വേഷിക്കും. അല്ല, ആ കേസ് എൻക്വയറി ചെയ്ത് വരുമ്പോഴത്തേന് ഇതും അതിനകത്ത് ചേരും. ഇന്നിപ്പം കർണാടക തുംകൂർ എന്ന് പറഞ്ഞ് അവിടെ DSS ഒരു സംഘടനകാർ ഇന്ന് അവിടെ DC മണി കൊടുത്തോണ്ട് എല്ലാം ഇവിടെ അയക്കുന്ന എല്ലാ കൊലയാവട്ടെ ഭൂമി വിഷയമാവട്ടെ എല്ലാം വിഷയം ചേർത്തിട്ട് SIT തണ്ടത്തിന് എൻക്വയറി ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം അവളെ തന്നെ അതേ തുംകൂർ പാവടെന്ന് അവിടെ തന്നെ ഗൃഹ സച്ചിവനുള്ള പുള്ളി പറയുന്നത് സൗജന്യ കേസ് അത് വിരിയലെന്ന്. വേറെ ഒരു കേസും ഇല്ല. എന്താ ഓട്ടി കിട്ടിയത് മാത്രമേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കുന്നു ഇവർക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്, എല്ലാം കൊടുക്കാൻ എന്താ ബുദ്ധിമുട്ട്? അന്നേരം പുള്ളി ഉണ്ടോ ഇതിനാ പാർട്ട്ണറാണ് ഇവരൊക്കെ, എന്തിനാ ഇവരെ പേടിക്കുന്നത്? മുഴുവൻ കേസുകളും അന്വേഷിക്കണം. അതായത് ഒരുപാട് ആളുകളെ കാണാതായതുകൊണ്ട് പോലീസിന്റെ വിവരാവകാശ പ്രകാരം നിങ്ങൾ തന്നെ തയ്യാറാക്കിയതാണ്. എല്ലാ കേസുകളും പുറത്തു വരണം അല്ലേ? അത് എല്ലാം വരണം. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഈ ധർമ്മസ്ഥല ഗ്രാമത്തെ പ്രശ്നമായിട്ട് കംപ്ലൈൻറ്റ് ഒരു പരാതി കൊടുത്തെന്ന് പറഞ്ഞാൽ അത് SIT എടുത്ത് SIT തനിക്ക് ചെയ്യണം. അത് ഇന്നിപ്പം കണ്ടില്ല കേരളത്തിൽ പോയിരിക്കുന്നത് പരാതി കൊടുക്കാനായിട്ട്. ഇവിടെ പറ്റാത്ത കൊണ്ടാ അനീഷ് എന്ന് പറഞ്ഞ ഈ സൗജന്യത്തിലേക്ക് വന്നാൽ ഇപ്പോൾ സൗജന്യ ഒരു ദൈവിക പരിവേഷം എല്ലാവർക്കും ഇവിടെ ഒന്ന് ആളുകൾ പ്രാർത്ഥിക്കുന്ന അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഞാൻ പറഞ്ഞില്ലേ, ഓരോ ആൾക്കാരുടെ അനുഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നാൽ എന്തായി, എങ്ങനെ ആയിക്കൊണ്ടവരെ ആൾക്കാർ എത്ര വന്നു പോയിക്കൊണ്ടിരിക്കുന്നു.
ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് മുമ്പ് ഒരു ദിവസം ക്ഷേത്രമായിട്ട് തന്നെ വരും. ഇപ്പോൾ ഇത് രൂപം ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്ന മഹേഷ് തിമറോടിയാണ്. ആ പുള്ളി ഇത് എല്ലാവരും ആക്കി ഇങ്ങനെ പൂജ ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് ശക്തി 100 ഒരേ ദിവസം കൂടിക്കൊണ്ടിരിക്കുക, അല്ല കുറഞ്ഞിട്ടില്ല. സൗജന്യം കുറച്ച് ദിവസം വേണമെങ്കിൽ അത് മെല്ലെ ഒതുക്കി വെക്കും, എന്നിട്ടൊരു തീയിലിടുന്നത് അതായിക്കൊണ്ട്. ആദ്യം 2 മാസം ബാക്ക് ഷമീറിൻ്റെ ഒരു വീഡിയോ വന്ന്, അതിനും ഇച്ചിരി സൈലൻ്റ് ആയിരുന്നു. ഞങ്ങൾ ഡൽഹിയിലെല്ലാം പോയി. യൂട്യൂബുകൾ ഇപ്പോഴും 400-500 കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, അത് ഇപ്പോഴും തുടരുന്നുണ്ടല്ലേ? 350 മീഡിയയുടെ വേണ്ട ഇപ്പം ഇത് ഇഞ്ചക്ഷൻ തന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ഒത്തിരി മീഡിയ ബ്ലോക്ക് ചെയ്ത്, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ് അതെല്ലാം മറികടന്ന് സത്യം പുറത്തു വരും. സത്യം വന്നുകൊണ്ടിരിക്കുമല്ലേ. ഇന്നലെ ട്വിറ്ററിനകത്ത് എന്തോ ഭയങ്കര ഇത് ചെയ്ത് 2.5 കോടി ആൾക്കാർ അതെന്തോ ചെയ്ത് ഷെയറൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതാണ് ജയന്ത് പറയുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഇത് സൗജന്യയുടെ ഒരു ഫോട്ടോ ആണ്. അതുപോലെ തന്നെ ഇത് സൗജന്യയുടെ മൃതദേഹം സംസ്കരിച്ച സ്ഥലമാണ്. ഇത് വലിയ തോതിൽ എല്ലാ ദിവസവും ഇവിടെ പൂക്കളും അത്തരത്തിൽ ഒക്കെ അർപ്പിച്ച് എല്ലാ ദിവസവും ഇവിടെ ആളുകളും കൂടുതലായി വരുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം ഒരു വൃക്ഷ തൈ ഇവിടെ നട്ടിട്ടുണ്ട്. അത് ആ ഒരു സമയത്ത് നട്ടാണ്, അത് ഇപ്പോൾ വളർന്ന് വലുതായിരിക്കുന്നു. എന്തായാലും ഇവിടെ ഒരു കൃത്യമായ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം എല്ലാ ഈ ധർമ്മസ്ഥലയിലും കുഴിച്ചു മൂടപ്പെട്ട അല്ലെങ്കിൽ ഈ അറിയാത്ത രഹസ്യങ്ങൾ അതൊക്കെ പുറത്തു വരാൻ നിമിത്തമായിരിക്കുന്നത് ഈ സൗജന്യയുടെ ഒരു കൊലപാതകം തന്നെയാണ്. ഈ കൊലപാതകത്തിലും ഇതുവരെ ഒരു സാക്ഷിയെയും അതുപോലെ തന്നെ സ്വന്തം അച്ഛൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിലെല്ലാം സത്യം പുറത്തു വരേണ്ടതുണ്ട്. അത് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ധർമ്മസ്ഥലയിലെ സൗജന്യയുടെ വീട്ടിൽ നിന്നും KV ബൈജു, ന്യൂസ് 18. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകം അന്വേഷിക്കുന്ന പ്രത്യേക സംഘം മൃതദേഹം സംസ്കരിച്ച സ്ഥലങ്ങളിൽ മണ്ണ് കുഴിച്ച് പരിശോധന ഇന്ന് തുടങ്ങും. ധർമ്മസ്ഥലയിൽ നിന്ന് KV ബൈജു ചേരുന്ന വിവരങ്ങളുമായി. ബൈജു, സൗജന്യയുടെ ഓർമ്മ കുടീരം ഒരു അടയാളപ്പെടുത്തലാണ്. ആ മരം എത്ര വളർന്നു എന്നുള്ളത്, എത്ര വർഷമായി ഈ ഒരു സംഭവത്തിന് പിറകെ അവിടെയുള്ള ഈ ആളുകൾ, ജയന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ നിൽക്കുന്നത് എന്നതിൻ്റെ കൂടി തെളിവായി മാറുകയാണ്. ഇന്നലെ ഈ ഒരു ഘട്ടം വരെ എത്തിയപ്പോൾ SIT അവിടെ എത്തുന്നു, ഈ സ്ഥലമെല്ലാം മാർക്ക് ചെയ്യുന്നു. അതുവരെ എത്തുമ്പോൾ എത്രത്തോളം സംതൃപ്തിയുണ്ട് ഈ സൗജന്യ ആക്ഷൻ കമ്മിറ്റിക്കും ഒപ്പം ഇതിന് പിറകെ നിൽക്കുന്ന കുറച്ച് പേർക്കും? ഇന്ന് ഏത് തരത്തിലുള്ള പരിശോധന നടത്താനാണ് ഈ സംഘം ആലോചിക്കുന്നത്? എന്താണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ശ്രീജ, തീർച്ചയായും ഈ അന്വേഷണം ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. അതായത് ഇന്നലെ മാത്രം നടത്തിയ ഈ തെളിവെടുപ്പിൽ 13 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചുമൂടി എന്ന് പറയുന്ന ശുചീകരണ തൊഴിലാളികൾ വെളിപ്പെടുത്തിയ സ്ഥലത്ത് അടയാളപ്പെടുത്തിയത്. അതായത് ഇന്നലെ വെറും 4 മണിക്കൂർ കൊണ്ട് 13 സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം അടയാളപ്പെടുത്തി. ഇന്ന് രാവിലെ മുതൽ, അതായത് 10 മണിയോടുകൂടി തന്നെ ഉദ്യോഗസ്ഥരെത്തും, ഒപ്പം ശുചീകരണ തൊഴിലാളി ഉണ്ടാവും. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന കൂടുതൽ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ അടയാളപ്പെടുത്തൽ ഉണ്ടാകും. എന്തായാലും ഒരു ഭാഗത്ത് അടയാളപ്പെടുത്തലും അതോടൊപ്പം തന്നെ ഈ അടയാളപ്പെടുത്തിയ സ്ഥലം അത് മണ്ണ് നീക്കിയുള്ള പരിശോധന അതൊരു പക്ഷേ ഇന്നുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നേരത്തെ തന്നെ ഇവർ വ്യക്തമാക്കിയിരുന്നു, മുഴുവൻ മൃതദേഹങ്ങളും ഒരേ സമയത്ത് കാട്ടിത്തരാൻ പറ്റില്ല. ഇപ്പോൾ കാട്ടിയ ആ സ്ഥലം അത് പരിശോധിച്ചതിന് ശേഷം ഉറപ്പുവരുത്തൂ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന്. എന്നിട്ട് മാത്രമേ മറ്റു സ്ഥലങ്ങളിലേക്ക് ഇത്തരത്തിൽ ഇവർ ഈ പ്രദേശം കാട്ടിത്തരുമെന്നാണ് പറഞ്ഞത്. അതായത് നേരത്തെയൊക്കെ ഈ ധർമ്മസ്ഥല പോലീസിൽ നിന്നും ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല അന്വേഷണം സംബന്ധിച്ച്. SIT വന്നതിന് ശേഷമാണ് ഇവരെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുകയും ഇത്തരത്തിലുള്ള സഹകരണം ഇവരുടെ ഭാഗത്ത് ഉണ്ടായതുമൊക്കെ. അതുകൊണ്ട് തന്നെ ഇന്ന് നിർണായകമാണ്. ഒരു പക്ഷേ ഇന്നലെ അടയാളപ്പെടുത്തിയ 13 ഇടങ്ങളിൽ ഇന്ന് കുഴിച്ച് പരിശോധന വരെ ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നും ലഭിക്കുന്ന ഈ മൃതദേഹാവശിഷ്ടങ്ങൾ അതൊക്കെ വലിയ പ്രധാനമാണ്. ഇന്ന് നിർണായക ദിനമെന്ന് ഈ ധർമ്മസ്ഥലയെ പറയേണ്ടി വരും. ഏതായാലും നമ്മളിപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ കാണിക്കാനായി ധർമ്മസ്ഥലയിൽ തന്നെ ന്യൂസ് 18 സംഘവുമുണ്ട്. ഏതായാലും അല്പസമയം നമ്മൾ കണ്ട റിപ്പോർട്ട് അത് സൗജന്യയുടെ ആ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ആ കേസ് തന്നെയാണ് ഇതിനെല്ലാം വഴിത്തിരിവായിരിക്കുന്നത്. ആ ഒരു കേസോട് കൂടിയാണ് വലിയ തോതിലുള്ള ഈ പ്രക്ഷോഭമൊക്കെ ഈ ധർമ്മസ്ഥലയിൽ വരികയും ആക്ഷൻ കമ്മിറ്റി നിലവിൽ വരികയും ഒക്കെ ചെയ്തത്. അതിന്റെ ഫലമായി ആക്ഷൻ കമ്മിറ്റി നിരന്തരമായി പോരാടിയതിന്റെ ഫലമായാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇത്തരത്തിൽ ഈ വലിയ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലും അതിനെ തുടർന്നുള്ള ആ തെളിവുകളും ഒക്കെ പുറത്തു വരാൻ പോകുന്നത്. എന്തായാലും ശുചീകരണ തൊഴിലാളി ഇപ്പോൾ ധർമ്മസ്ഥലയിൽ തന്നെയുണ്ട്. അദ്ദേഹത്തെയും കൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു പരിശോധന നടക്കുക, തെളിവെടുപ്പ് നടക്കുക. ഈ
നേത്രാവതി പുഴയോരത്തുള്ള സ്നാനഘട്ടത്തിന് സമീപമുള്ള പ്രദേശം, അവിടെയുള്ള വനത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. 3 ഇടങ്ങളിൽ, ഒരിടങ്ങളിലല്ല 3 ഇടങ്ങളിൽ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ട്. 100-ലധികം പേരുടെ മൃതദേഹങ്ങളുണ്ട്. അതെല്ലാം പുറത്ത് കണ്ടെത്തേണ്ടതുണ്ട്. ഇന്ന് നിർണായകം തന്നെയാണ്. ചെറിയൊരു മഴ ഇന്ന് ധർമ്മസ്ഥലയിലുണ്ട്, പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നില്ല. ഇന്നലെ വലിയ മഴ വന്നതോടുകൂടിയാണ് ഏറ്റവും കൂടുതൽ വൈകിട്ടോടുകൂടി ഈ തെളിവെടുപ്പ് നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് എന്തായാലും തെളിവെടുപ്പ് ഒരു ഭാഗത്ത് നടക്കും. ഒരു പക്ഷേ ഈ മാർക്ക് ചെയ്ത സ്ഥലം അതിപ്പോൾ പോലീസിന്റെ സുരക്ഷയിലാണുള്ളത്. ഇന്നലെ 13 ഇടങ്ങളിൽ ഇത്തരത്തിൽ പരിശോധന നടത്തി മാർക്ക് ചെയ്ത സ്ഥലം മുഴുവൻ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തെളിവ് നശിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് നമ്മൾ നേരത്തെയും കണ്ടതാണ്. ഈ ശുചീകരണ തൊഴിലാളിക്കൊരു സുരക്ഷ പോലും നൽകാതെ ഇത്തരത്തിൽ വലിയ തോതിലുള്ള അനാസ്ഥ പോലീസിന്റെ ഭാഗത്ത് കണ്ടിട്ടുണ്ട്. ഏതായാലും DGPയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തരാണ് ആക്ഷൻ കമ്മിറ്റി. അത് തന്നെയാണ് ജയന്ത് ഉൾപ്പെടെ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയതും. ഇന്നത്തെ ഈ ഒരു പരിശോധന വളരെ നിർണായകമാണ്. എത്ര മൃതദേഹാവശിഷ്ടങ്ങൾ ഇന്ന് ധർമ്മസ്ഥലയിൽ നിന്ന് ലഭിക്കുന്നോ അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇന്ന് അത്തരത്തിലുള്ള പരിശോധനകളായിരിക്കും ധർമ്മസ്ഥലയിലും ഉണ്ടാവുക. ശ്രീജ, തീർച്ചയായും ബൈജു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ധർമ്മസ്ഥലയിൽ ആ മണ്ണിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവയ്പ്പാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അവിടെ പരിശോധിച്ച് ഒരു മൃതദേഹാവശിഷ്ടം കിട്ടിയാൽ പോലും അത് വലിയ വാർത്തയാണ്. കാരണം എത്രയോ കാലമായി അവിടെ നിന്നുള്ള വാർത്തകളിലൊന്നും ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതാദ്യമായി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു. എത്രയോ വർഷമായി സൗജന്യ ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ ആദ്യമായി ഒരു നടപടി ഉണ്ടാവുന്നു എന്നത് പ്രധാനമാണ്. ആ മണ്ണിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢത, ആ മണ്ണിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളെല്ലാം പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. അതിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ചതിൽ ബൈജുവിനും തീർച്ചയായും അഭിമാനിക്കാം. ഒപ്പം ആ അഭിമാനം ന്യൂസ് 18 സംഘവും പങ്കിടുകയാണ്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി പോകാം. ചേർത്തല പള്ളിപ്പുറത്ത് വീട്ടുവളപ്പിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയേറുന്നു. സ്ഥലമുടമ സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. കാണാതായ ഏറ്റുമാനൂർ സ്വദേശി ജയ്സമ്മയുമായുള്ള ബന്ധം സെബാസ്റ്റ്യൻ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടില്ല. ചേർത്തലയിൽ നിന്ന് കാണാതായ ബിന്ദു പത്മനാഭനെ സംബന്ധിച്ചും അന്വേഷണം ഉണ്ടാകും. ജയ്സമ്മയും സെബാസ്റ്റ്യനുമായുള്ള ഫോൺ ബന്ധം ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഗുഡ് മോർണിംഗ്. ഈ ദുരൂഹത എന്ന് പറയുന്നത് ഇയാൾ ഇത് സമ്മതിക്കാതെ പോലീസിനൊന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷെ അപ്പോഴും ഈ ഫോൺ വിളികളൊക്കെ അവിടെ നിലനിൽക്കുന്നുമുണ്ട്. അതിനിടയിലാണ് ഈ ബിന്ദുവിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഇത് എത്രത്തോളം സങ്കീർണമാവുകയാണ്? ശ്രീജ, ഈ കേസ് വളരെ ദുരൂഹതയുള്ള ഒന്നായി മാറുന്നു എന്നുള്ളതാണ്. അതായത് ചേർത്തല പള്ളിപ്പുറത്തുള്ള ഈ സെബാസ്റ്റ്യന്റെ പുരയിടത്തിലേക്ക് ഇന്നലെയാണ് കോട്ടയത്ത് നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം എത്തിയത്. അവര് എത്തിയതിനു ശേഷം പിന്നീട് അവിടെ നടത്തിയ പരിശോധനയിൽ, അതായത് ഈ പുരയിടം മുഴുവൻ 5 ഏക്കറോളം വരുന്ന പുരയിടം കാട് പിടിച്ച അവസ്ഥയിലാണ്. അകത്തേക്ക് ആൾതാമസമൊന്നും ഇല്ലാത്ത രീതിയിൽ ആണ് കിടക്കുന്നത്. അതിനകത്തൊരു വളരെയധികം ദുരൂഹത പറഞ്ഞൊരു കോമ്പൗണ്ട് ആണത്. അവിടെ സെബാസ്റ്റ്യൻ ഇപ്പോൾ താമസിക്കുന്നില്ല എന്നുള്ളതാണ്. ഇയാൾ ഇപ്പോൾ കോട്ടയത്താണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജയ്സമ്മയെ കാണാതാകുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് കഴിഞ്ഞ ഡിസംബർ 28 ജയ്സമ്മയെ കാണാതാകുന്നത്. ഇവർ കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയാണ്. ഇവരെ കാണാതായതിനു ശേഷം ഇവരെ സ്ഥിരമായി തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്ന ഒരാളാണ്. തുടർന്ന് പോലീസിന് ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ ടവർ ലൊക്കേഷനുകളും ഫോൺ ബന്ധങ്ങളും പരിശോധിച്ചപ്പോൾ സെബാസ്റ്റ്യനുമായുള്ള ബന്ധം കണ്ടെത്താനായി കഴിഞ്ഞു. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. തുടർന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണ് ഇന്നലെ ആ കോമ്പൗണ്ടിലേക്ക് എത്തിയിട്ടുള്ളത്. സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇയാൾ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ഒന്നും തന്നെ ഇയാള് ജയ്സമ്മയുമായുള്ള ബന്ധം സ്ഥിരീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇയാൾ ചോദ്യം ചെയ്യുന്നതിന് പോലീസ് ഒരു പരിമിതിയുണ്ട്. അതായത് വളരെയധികം പ്രമേഹ രോഗം വളരെയധികം ഉള്ള ഒരാളാണ്. കാലൊക്കെ തന്നെയും പ്രശ്നമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ ചോദ്യം ചെയ്ത് ഇയാളിൽ നിന്ന് കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതും വളരെ ദുഷ്കരമായ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇയാൾ ഈ പറഞ്ഞ ഫോൺ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ വെച്ചാണ് ഈ പുരയിടത്തിലേക്ക് ഇന്നലെ വൈകിട്ടോടുകൂടി ക്രൈംബ്രാഞ്ച് സംഘം കോട്ടയത്ത് നിന്ന് എത്തുന്നത്. അവർ നടത്തിയ തെരച്ചിലില് ഒരു ഭാഗത്ത്, അതായത് ഈ പുരയിടത്തിന്റെ ഒരു ഭാഗത്ത് തീ കത്തിച്ച നിലയിൽ കണ്ടെത്തി. തുടർന്ന് അവിടെ നടത്തിയ പരിശോധനയിൽ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയായിരുന്നു. അത് ജയ്സമ്മയുടേതാണോ എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തണമെങ്കിൽ DNA പരിശോധന അടക്കം വേണം. ചെറിയ എല്ലുകളുടെ കഷ്ണങ്ങൾ ഉൾപ്പെടെയുള്ളതാണ് അവർ ആ പുരയിടത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല, ഈ കേസിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ആലപ്പുഴയിൽ നിന്ന് ചേർത്തലയിൽ നിന്ന് കാണാതായ ബിന്ദു തിരോധാന കേസിലെ
പ്രതിയാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. അതായത് ബിന്ദുവിനെ കാണാതാകുന്നത് 2006-ലാണ്. 2006-ൽ ബിന്ദുവിനെ കാണാതായതിനു ശേഷം പിന്നീട് 2013-ൽ ബിന്ദുവിന്റെ പേരിലുള്ള സ്വത്തുക്കൾ, അതായത് കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വത്തുക്കൾ സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ ബിന്ദു എന്ന് പറഞ്ഞ് മറ്റൊരാളെ ആൾമാറാട്ടം നടത്തി മറ്റൊരാളെ കൊണ്ടുവന്ന് ഈ സ്വത്തുക്കൾ ഇടപ്പള്ളിയിലുമൊക്കെ ഉള്ള സ്വത്തുക്കൾ എഴുതിയെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടെത്തി, അതായത് ബിന്ദുവിന്റെ സഹോദരൻ നൽകിയ, അദ്ദേഹം വിദേശത്താണ്, ബിന്ദുവിന്റെ സഹോദരൻ നൽകിയ പരാതിയിലാണ് ഇത് ആൾമാറാട്ടമാണ് നടന്നതെന്നും വ്യാജ രേഖകൾ ഉണ്ടാക്കിയാണ് ഈ സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെട്ടുള്ളതാണ്. അതൊരു പവർ ഓഫ് അറ്റോർണി ഉണ്ടാക്കിയായിരുന്നു. അത് ബിന്ദു എഴുതി നൽകിയ പവർ ഓഫ് അറ്റോർണി എന്നാണ് സെബാസ്റ്റ്യൻ മൊഴി നൽകിയിട്ടുള്ളത്. ഈ ബിന്ദുവിന്റെ വീട്ടിൽ പലതവണ സെബാസ്റ്റ്യന്റെ വീട്ടിൽ ബിന്ദു എത്തിയത് കണ്ടെന്ന് ഇയാൾ മൊഴി നൽകിയിട്ടുണ്ടെങ്കിലും അതും പറഞ്ഞ കാര്യങ്ങൾ കള്ളമാണെന്ന് പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഒരു ഘട്ടത്തിലും ഇയാളെ പൂർണ്ണമായി പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ആ കേസ് ഇപ്പോഴും എങ്ങും എത്താതെ ബിന്ദു തിരോധാന കേസ് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ആലപ്പുഴയിലെ തീർത്ഥാടന കേന്ദ്രത്തിലെത്തിയ ജെയ്സമ്മയെ സംബന്ധിച്ചും സെബാസ്റ്റ്യനുമായിട്ടുള്ള ഒരു കണക്ഷൻ ഇപ്പോൾ പോലീസിന് കിട്ടിയിട്ടുള്ളത്. ഈ 5.5 ഏക്കർ പുരയിടം സംബന്ധിച്ച് വലിയ ദുരൂഹത ഉണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത്. ബിന്ദുവിന്റെ തിരോധാനവുമായും ഈ പുരയിടത്തിന് ബന്ധമുണ്ടോ എന്നുള്ളതാണ്. ഇതിനിടയിൽ ബിന്ദു തിരോധാന കേസിൽ ചോദ്യം ചെയ്യാൻ വിളിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ദുരൂഹത സെബാസ്റ്റ്യനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇയാളെ ഇപ്പോൾ ഉള്ളത് കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ്. ആലപ്പുഴയിലെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ജെയ്സമ്മ എത്തി എന്നുള്ളതാണ്. ഇനിയും തുടർ പരിശോധനകൾ ഉണ്ടാകും. അതിന് അന്വേഷണ സംഘം, പ്രത്യേകിച്ച് ബിന്ദുവിന്റെ കേസ് അന്വേഷിക്കുന്നത് ആലപ്പുഴ ക്രൈംബ്രാഞ്ചാണ്. അത്തരത്തിൽ ഒരു അന്വേഷണ സംഘം, ഇരു ജില്ലകളിലെയും അന്വേഷണ സംഘങ്ങൾ കൂടിയാലോചനകൾക്ക് ശേഷമാകും ഈ പുരയിടത്തിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുക. മൊത്തം കാട് പിടിച്ചൊരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു ഇലന്തൂർ കേസിലൊക്കെ ഒരു സമാനമായ രീതിയിലുള്ള ഒരു പുരയിടമാണ് അത് എന്നുള്ളതാണ്. സെബാസ്റ്റ്യൻ സംബന്ധിച്ച് ദുരൂഹതകൾ ഉണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത്. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ഇത് എന്തായാലും വളരെ സങ്കീർണവും അതേസമയം ദുരൂഹവുമായി തുടരുകയാണ്. ഈ ജെയ്സമ്മയുമായുള്ള ബന്ധം ഇയാൾ സമ്മതിക്കാത്ത സാഹചര്യത്തിൽ എങ്ങനെ ഈ കേസിൽ മുന്നോട്ട് പോകുമെന്നതാണ് ഇനി അറിയേണ്ടത്. ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ ലോക്സഭയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിൽ മോദിയുടെ പ്രതികരണം ഇന്നുണ്ടാകും. രാജ്യസഭയിലും ചർച്ചയ്ക്ക് ഇന്ന് തുടക്കമാകും. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഇന്നലെ സഭ സമ്മേളിച്ചപ്പോൾ മുതൽ വലിയ ബഹളമാണ് നമ്മൾ കണ്ടത്. അതിനൊടുവിലാണ് ചർച്ച തുടങ്ങുന്നതും. രാജ്നാഥ് സിംഗ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി ട്രംപിന്റെ സുഹൃത്തു കൂടിയായ നരേന്ദ്രമോദിക്ക് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഔദ്യോഗികമായി തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയേണ്ടതുണ്ട്. അത് തന്നെയല്ലേ ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം? ഇന്നലത്തേതിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകാനൊക്കെ എത്രത്തോളം സാധ്യതയുണ്ട്? ശ്രീജ, ഏതായാലും ഇന്നലെ 12 മണിക്കാണ് ചർച്ച നിശ്ചയിച്ചിരുന്നത്. പക്ഷേ പ്രതിപക്ഷ പ്രതിഷേധം പല വിഷയങ്ങളിൽ തുടരുകയായിരുന്നു. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കമുള്ള വിഷയങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. തുടർന്ന് 2 മണിയോടുകൂടിയാണ് ഈ ചർച്ച ആരംഭിക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഇന്ന് പ്രധാനമന്ത്രി സംസാരിക്കുമെന്ന് തന്നെയാണ് ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പ്രതിപക്ഷം ആവർത്തിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് പ്രധാനമന്ത്രിയോടാണ്. അവർക്ക് വ്യക്തത വേണ്ടത് പ്രധാനമന്ത്രിയുടെ മറുപടിയാണ്. ഏതായാലും പ്രധാനമന്ത്രി ഇന്ന് സംസാരിക്കും. സ്വാഭാവികമായും ഇന്നലെ രാജ്നാഥ് സിംഗ് ആണ് ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. രാജ്നാഥ് സിംഗ് ചില കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾക്ക്, ആരോപണങ്ങൾക്കൊക്കെ തന്നെ മറുപടി പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ബാഹ്യ സമ്മർദ്ദം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല വെടിനിർത്തൽ കരാർ നിലവിൽ വരാൻ എന്നാണ് രാജ്നാഥ് സിംഗ് വിശദീകരിച്ചത്. കാരണം ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ ഭയന്നുപോയി. തുടർന്ന് തോൽവി സംബന്ധിച്ച പാകിസ്ഥാൻ തന്നെയാണ് ഇത്തരം വെടിനിർത്തൽ കരാർ നിലവിൽ വരാൻ ചർച്ചയ്ക്ക് തയ്യാറായത് എന്നാണ് രാജ്നാഥ് സിംഗ് വിശദീകരിച്ചത്. പക്ഷേ അപ്പോൾ പോലും പ്രതിപക്ഷ നിരയിൽ നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗൊഗോയ് അടക്കമുള്ളവർ ചോദ്യം ഇക്കാര്യം ആവർത്തിച്ചുകൊണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളൊക്കെ തന്നെയും. പ്രത്യേകിച്ച് 26 തവണയാണ് വെടിനിർത്തലിന് താനാണ് മധ്യസ്ഥ വഹിച്ചതെന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത് എന്ന ചോദ്യം പലപ്പോഴായി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന്, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുനിന്നൊക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് അമിത്ഷാ വിദേശ നേതാവ് പറയുന്നതാണോ, വിദേശകാര്യമന്ത്രി പറയുന്നതാണോ കോൺഗ്രസ് വിശ്വാസത്തിലെടുക്കുന്നത്, പ്രതിപക്ഷം വിശ്വാസത്തിലെടുക്കുന്ന ചോദ്യം പോലും ചോദിച്ചു. ഏതായാലും ഇന്ന് പ്രധാനമന്ത്രി എന്തു മറുപടി പറയും എന്നുള്ളത് തന്നെയാണ് നിർണായകമായ കാര്യം. ഒപ്പം തന്നെ മറ്റു പല പ്രധാനപ്പെട്ട നേതാക്കളും ഇന്ന് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അമിത്ഷാ ഇന്നാണ് സംസാരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇന്നലെ സംസാരിച്ചിരുന്നില്ല. രാഹുൽ ഗാന്ധിയും ഇന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ വലിയ വിമർശനങ്ങൾ ഈ വിഷയത്തിൽ, ചില ചോദ്യങ്ങൾ ഈ വിഷയത്തിൽ ഉന്നയിച്ചത് രാഹുൽ ഗാന്ധിയാണ്. കാരണം എത്ര വിമാനം നഷ്ടപ്പെട്ടു എന്നടക്കമുള്ള ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അക്കാര്യം
രാഹുൽ ഗാന്ധി ഇന്ന് ആവർത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇന്ന് രാജ്യസഭയിലും ചർച്ചയ്ക്ക് തുടക്കമിടുകയാണ്. ശ്രീജ. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. രാകേഷ്, ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നലത്തെ ദിവസം തന്നെ നിർണായകമായ മറ്റൊരു കാര്യം ജമ്മുകശ്മീരിൽ നടന്നതാണ്. പഹൽഗാം ഭീകരാക്രമണത്തിലെ സൂത്രധാരൻ ഹാഷിം മൂസ അടക്കം 3 പേരെ വധിച്ച ഓപ്പറേഷൻ മഹാദേവ് സൈന്യം നടപ്പാക്കിയ ദിവസം തന്നെയാണ്. ഒരു പക്ഷേ ഈ വിഷയം പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വരുന്നതും അവിടെ ചർച്ച നടക്കുന്നതും എന്നതും ശ്രദ്ധേയമാണ്. ഈ ഓപ്പറേഷൻ മഹാദേവ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഈ നിർണായക ഹാഷിം ഉൾപ്പെടെയുള്ള നിർണായക കുറ്റവാളികളെ എങ്ങനെ കണ്ടെത്തി, എങ്ങനെയായിരുന്നു ഈ ഓപ്പറേഷൻ, അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്? ശ്രീജ, സുരക്ഷാ സേനയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. കാരണം അത് 3 ഭീകരരെ വധിച്ചു എന്നതിലുപരിയായി ഈ പഹൽഗാം ഭീകരാക്രമണം, പ്രത്യേകിച്ച് രാജ്യത്തിന്റെ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ മൂസയെ കൊലപ്പെടുത്താൻ കഴിഞ്ഞു, സുലൈമാൻ ഷായെ കൊലപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് 22-ാം തീയതി ഏപ്രിൽ 22-ന് 26 പേരുടെ ജീവനെടുത്തതാണ് പഹൽഗാം ഭീകരാക്രമണം. അതിന്റെ സൂത്രധാരനായിരുന്നു നേരത്തെ പാക് സൈന്യത്തിന്റെ എലൈറ്റ് ഗ്രൂപ്പിലുണ്ടായിരുന്ന സുലൈമാൻ ഷാ. പിന്നീട് ഇയാൾ ലഷ്കർ ഇ തയ്യബയുടെ ഭാഗമാവുകയായിരുന്നു. അപ്പോൾ മൂസയെ കൊലപ്പെടുത്തിയെന്ന് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇനി ഔദ്യോഗികമായ സ്ഥിരീകരണം മാത്രമേ സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതുള്ളൂ. ഒപ്പം മറ്റ് 2 ഭീകരരെ കൂടി വധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാൾ കഴിഞ്ഞ വർഷം സോൻമാർഗിൽ 7 പേരെ, ടണൽ നിർമ്മാണത്തിനിടെ 7 പേരെ കൊലപ്പെടുത്തിയതിന് നേതൃത്വം വഹിച്ച ഭീകരനാണ്, അതിന്റെ സൂത്രധാരനാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സുരക്ഷാ സേനയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. ശ്രീജ ചോദിച്ച പോലെ തന്നെ വലിയ ആസൂത്രണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം 14 ദിവസമാണ് ഇവരെ പിടികൂടാനായി, ഇവരെ വകവരുത്താനായുള്ള നീക്കം ആരംഭിച്ചിട്ട് സുരക്ഷാ സേന. പ്രത്യേകിച്ച് ജമ്മു കശ്മീർ പോലീസ് ഈ ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ വിവിധ സേനാ വിഭാഗങ്ങൾ ഒത്തൊരുമിച്ചുകൊണ്ടൊരു ദൗത്യമാണ് നടത്തിയത്. പ്രത്യേകിച്ച് ഈ ഭീകരർ തമ്പടിച്ചിരുന്നത് ശ്രീനഗറിലെ മഹാദേവ് പീക്കിലായിരുന്നു, മഹാദേവ് കുന്നുകൾ മുകളിലായിരുന്നു. അവിടെ ഇടതുറന്ന വനപ്രദേശമാണ്, ഭൂമിശാസ്ത്രപരമായ വലിയ വെല്ലുവിളികൾ അവിടെയുണ്ട്. അപ്പോൾ അക്കാര്യങ്ങളൊക്കെ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് 2 ആഴ്ച നീളുന്നൊരു ദൗത്യമാണ് ഇവർ നടത്തിയത്. പിന്നീട് അത് ഇന്നലെ കൃത്യമായി നടപ്പാക്കുകയായിരുന്നു. ഇവരുടെ ഈ പ്രദേശമൊക്കെ തന്നെ സൈന്യം വളയുകയും പിന്നീട് ഏറ്റുമുട്ടലിൽ ഈ 3 പേരെ കൊലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. ഇതിൽ നിർണായകമായത് ഇവർ ഉപയോഗിച്ചിരുന്ന ചൈനീസ് സാറ്റലൈറ്റ് ഫോണുകൾ സംബന്ധിച്ച വിവരം ലഭിച്ചു എന്നുള്ളതാണ്. കാരണം അത്തരം വിവരം ഈ മാസം ആദ്യം, ജൂലൈ മാസം ആദ്യം തന്നെ രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 14 ദിവസം മുമ്പ് ഈ ദൗത്യം ഓപ്പറേഷൻ മഹാദേവ് ആരംഭിക്കുന്നത്. അതാണ് ഇന്നലെ ഏതായാലും നടപ്പാക്കിയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സുരക്ഷാ സേനയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. കാരണം പഹൽഗാം ഭീകരാക്രമണം നടന്നിപ്പോൾ 3 മാസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പോലും പ്രതിപക്ഷമടക്കം പലരും ചോദിക്കുന്ന ചോദ്യമാണ്, രാജ്യത്തെ ജനങ്ങളടക്കം ചോദിക്കുന്ന ചോദ്യമാണ്, എവിടെ ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയവർ, സൂത്രധാരൻ? അപ്പോൾ അതിന്റെ സൂത്രധാരനെ തന്നെ ഇപ്പോൾ വകവരുത്തിയിരിക്കുകയാണ്. ഏതായാലും ഇന്ന് സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് വാർത്താ സമ്മേളനം ഉണ്ടാകും. ഔദ്യോഗികമായി തന്നെ ഈ ഓപ്പറേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ സൈന്യം വിശദീകരിക്കുകയും ചെയ്യും. ശരി, രാകേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അമേരിക്കയിൽ 2 ഇടങ്ങളിലുണ്ടായ വെടിവെപ്പിൽ 7 മരണം. ന്യൂയോർക്കിലുണ്ടായ വെടിവെപ്പിൽ 4-ഉം നെവാഡയിൽ 3 പേരുമാണ് കൊല്ലപ്പെട്ടത്. അക്രമികളിൽ ഒരാൾ സ്വയം വെടിവെച്ച് മരിച്ചു, മറ്റൊരാൾ പോലീസ് കസ്റ്റഡിയിലാണ്. വിവരങ്ങളുമായി അജയ് സുധ ബിജു. അജയ്, ഈ 2 ആക്രമണങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായി വിവരങ്ങൾ വരുന്നുണ്ടോ? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ, നിലവിൽ ഈ ആക്രമണങ്ങൾ തമ്മിൽ ബന്ധമുള്ളതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. ന്യൂയോർക്കിലുണ്ടായിട്ടുള്ള ആക്രമണം നടന്നിട്ടുള്ളത് 345 പാർക്ക് അവന്യൂ കെട്ടിടത്തിലാണ് ഈ ആക്രമണം നടന്നത്. ഈ കെട്ടിടത്തിലേക്ക് അതിക്രമിച്ച് കയറിയ അക്രമി, അത് 27-കാരനായിട്ടുള്ള ഒരാളാണ് ഈ അതിക്രമം നടത്തിയത്. ഇയാൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റൊക്കെ ധരിച്ചിട്ടാണ് ഈ കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിച്ചത്. ഇത് ന്യൂയോർക്കിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കെട്ടിടമാണ്. ബാക്ക്സ്റ്റോൺ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ഥാപനം, അതുപോലെ തന്നെ നാഷണൽ ഫുട്ബോൾ ലീഗ് തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കെട്ടിടമാണ്. ഇതിലേക്ക് അതിക്രമിച്ച് കയറിയ അക്രമി അതിൻ്റെ 32ാമത്തെ നിലയിലേക്ക് എത്തുകയും അവിടെ നിന്ന് വെടിവെക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഒരു പോലീസുകാരനും ഈ ആക്രമണത്തിൽ മരിച്ചു എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഈ 32ാമത്തെ നിലയിൽ നിന്ന് ഈ അക്രമിക്ക് നേരെയും പോലീസുകാർ വെടിവെച്ചു. ഈ അക്രമി ഈ വിൻഡോയിൽ നിന്ന് പുറത്തേക്കും വെടിവെച്ചു
എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ കെട്ടിടത്തിൻ്റെ തന്നെ 33ാമത്തെ നിലയിൽ നിന്ന് സ്വയം വെടിയേറ്റ് മരിച്ച നിലയിൽ നിന്ന് ഈ അക്രമിയുടെ ശരീരം കണ്ടെത്തുകയായിരുന്നു. മറ്റൊരാക്രമണം ഉണ്ടായത് നെവാഡയിൽ വെച്ചാണ്. നെവാഡയിലുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള കസിനോ കെട്ടിടത്തിൻ്റെ പാർക്കിംഗ് ലോട്ടിലോട്ട് ഒരു അക്രമി കടന്നു വരികയും അവിടെ ഒരു ജനക്കൂട്ടത്തിന് നേരെ തോക്ക് ചൂണ്ടുകയും ചെയ്തു. എന്നാൽ ഇയാളുടെ തോക്ക് ആദ്യം പ്രവർത്തിച്ചില്ല. ഉടൻ തന്നെ തോക്ക് ഇത് പ്രവർത്തനയോഗ്യമാക്കിയതിന് ശേഷം ഇയാൾ വെടിവെപ്പ് നടത്തുകയായിരുന്നു. ഈ വെടിവെപ്പിൽ 3 പേരാണ് കൊല്ലപ്പെട്ടത്. ഒരു സെക്യൂരിറ്റി ഗാർഡ്, അതുപോലെ തന്നെ ഈ അക്രമ സ്ഥലത്ത് വെച്ച് വെടിയേറ്റ മറ്റൊരാൾ, അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്ത് ഇവിടെ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചിരുന്ന മറ്റൊരാൾ. ഇവർക്ക് 3 പേർക്കുമാണ് വെടിയേറ്റത്. മൊത്തം 6 പേർക്ക് ഈ സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. 2 പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ്. മറ്റൊരാൾ ആശുപത്രി വിട്ടു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ രണ്ടാമത്തെ വെടിവെപ്പിൽ അക്രമി പോലീസ് കസ്റ്റഡിയിലാണ്. ഇയാൾ ആരാണെന്നുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ വെടിയേറ്റാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഇയാളിപ്പോൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണുള്ളത്. ഇയാൾക്ക് ബോധം വന്നതിന് ശേഷമായിരിക്കും ഇയാളെ പറ്റിയിട്ടുള്ള മറ്റ് വിവരങ്ങൾ അന്വേഷിക്കാൻ സാധിക്കുക. ന്യൂയോർക്കിലെ അക്രമി എന്നാൽ സ്വയം വെടിയേറ്റ് മരിക്കുകയായിരുന്നു. 27 വയസ്സുള്ള ഒരു യുവാവാണ്. ലാസ് വെഗസിലുള്ള ഒരു യുവാവാണ് കൊല്ലപ്പെട്ടതെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഈ 2 അക്രമ സംഭവങ്ങളെയും പറ്റി കണക്ട് ചെയ്യുന്ന മറ്റു വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ന്യൂയോർക്ക് സമയം ഇന്നലെ രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരവുമാണ് ഈ 2 സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളത്. ശ്രീജ. ശരി, അജയാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. വിദ്യാർത്ഥികളുടെ ബസ് കൺസെഷൻ നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകൾ, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ എന്നിവരുമായി ഗതാഗത സെക്രട്ടറി ഇന്ന് ചർച്ച നടത്തും. ബസ് ഉടമകൾ അനിശ്ചിതകാല സമരപ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ പൊതുഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറുമായി ബസ് ഉടമകൾ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ചർച്ച. വിദ്യാർത്ഥികളുടെ കൺസെഷൻ വർധന വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തിയ ശേഷം പരിഗണിക്കാം എന്നതായിരുന്നു തീരുമാനം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി നമുക്ക് മുന്നിൽ എത്തുന്ന ഏറ്റവും വലിയ അനാസ്ഥയുടെ വാർത്ത വൈദ്യുതാഘാതമേറ്റുള്ള മരണങ്ങളാണ്. ഇത്തരം മരണങ്ങൾ തുടർക്കഥയാവുമ്പോഴും വകുപ്പുകളുടെ അനാസ്ഥയിൽ മാത്രം യാതൊരു മാറ്റവുമില്ല. തലസ്ഥാനത്ത് വഞ്ചിയൂരിന് സമീപം ഒരു പ്രദേശത്തെ മുഴുവൻ ഭീതിയിലാക്കുന്നത് ആരോഗ്യവകുപ്പിന്റെ നിസ്സംഗതയാണ്. കമ്മട്ടം റോഡിൽ വൈദ്യുതി ലൈനിലേക്ക് ഏത് നിമിഷവും മറിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് ജില്ലാ TB സെന്റർ വളപ്പിലെ കൂറ്റൻ മരങ്ങൾ. അത് ഇന്ന് ഭയങ്കര കാറ്റായിരുന്നു. കണ്ടപ്പോൾ അല്ലാതെ ഭയം തോന്നി കാറ്റടിക്കുമ്പോൾ. ഒരു പ്രദേശത്തിന്റെ മുഴുവൻ ഭീതിയാണ് ഈ വാക്കുകളിൽ. മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന ശക്തമായ കാറ്റിൽ ഏതു നിമിഷവും ഈ മരങ്ങൾ വൈദ്യുതി ലൈനിന് മുകളിലേക്ക് മറിഞ്ഞു വീഴാം. നഗരത്തിലെ പ്രധാന സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികൾ തിരക്കൊഴിവാക്കി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വഴി കൂടിയാണിത്. ഈ അസോസിയേഷനിൽ ഏകദേശം 300 വീടുകളുണ്ട്. ഈ 300 വീട്ടിലുള്ളവരും മെയിൻ റോഡെന്ന് പറഞ്ഞ ഈ കമ്മട്ട ലൈൻ എന്ന് പറഞ്ഞ റോഡാണ്. ഈ റോഡ് അതുമാത്രമല്ല, താഴെ ഹോളി ഏഞ്ചൽ സ്കൂളുണ്ട്. ആ സ്കൂളിലെ കുട്ടികളും പോകുന്നതും ഈ റോഡിൽ കൂടെയാണ്. അവിടെയാണ് ഈ ലൈൻ കമ്പി ഇങ്ങനെ നിൽക്കുന്നതും ഈ മരങ്ങൾ മുറിക്കാതെ നിർത്തിയിരിക്കുന്നതും. ജില്ലാ TB സെന്റർ ഉൾപ്പെടെ ആരോഗ്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കോമ്പൗണ്ടിലെ മരങ്ങളാണ് ജനങ്ങൾക്ക് ഭീഷണിയാകുന്നത്. മരം മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥലം DMOയ്ക്ക് നിവേദനം നൽകി. പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നായിരുന്നു മറുപടി. നമ്മൾ പല പ്രാവശ്യം DMOയെ കണ്ട് നിവേദനങ്ങൾ കൊടുത്തു. മരങ്ങൾ വെട്ടാനുള്ള നടപടി എടുക്കാമെന്ന് പറയുന്നില്ലാതെ പേരിന് വന്ന ഒരു 2 മാസം മുമ്പ് ഒരു മരത്തിൻ്റെ ചില്ല മാത്രം വെട്ടി ആ റോഡിൽ ഇട്ടിട്ടുണ്ട്. അത് ഇതുവരെ മാറ്റുക പോലും ചെയ്തിട്ടില്ല. പിന്നീട് പല പ്രാവശ്യം അവരെ അപ്രോച്ച് ചെയ്തെങ്കിലും ഇപ്പം വെട്ടാം എന്ന് പറയുന്നില്ലാതെ ഇതുവരെ ഒരു തീരുമാനമുണ്ടായി. ആരുടെ ഉത്തരവാദിത്തമെന്ന് വകുപ്പുകൾ തർക്കിക്കുകയാണ്. എപ്പോഴത്തെയും പോലെ അപകടങ്ങൾ ഉണ്ടാകും വരെ ഈ തർക്കം തുടരുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 തിരുവനന്തപുരം. കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് മുറിയിൽ സിമന്റ് പാളി അടർന്നു വീണതിൽ സ്കൂൾ അധികൃതർക്ക് വീഴ്ച പറ്റിയതായി ആരോപണം. സ്കൂളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നാണ് പരാതി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് മുറിയിലെ സിമന്റ് പാളി അടർന്നു വീണത്. 35 ലക്ഷം രൂപ ചെലവഴിച്ച് വിവിധ ഘട്ടങ്ങളിലായി അറ്റകുറ്റപ്പണി നടത്തിയ കെട്ടിടത്തിലാണ് കോൺക്രീറ്റ് പാളികൾ നിലം പതിച്ചത്. കെട്ടിടം ചോരുന്നുമുണ്ട്. സ്കൂൾ അധികൃതരുടെ വീഴ്ചയാണ് അപകടത്തിന് കാരണമെന്നാണ് ആക്ഷേപം. നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനാണ് ചുമതല. മേൽക്കൂര തകർന്ന് അപകടനിലയിലായ കെട്ടിടം പൊളിച്ചുമാറ്റാൻ നഗരസഭാ കൌൺസിൽ തീരുമാനിച്ചിരുന്നു. എന്നാൽ നടപടി ഉണ്ടായില്ല.
സ്കൂൾ കെട്ടിടം പായൽ പിടിച്ചും വിണ്ടുകേറിയും അപകടകരമായ അവസ്ഥയിലാണ്. സ്റ്റാഫ് റൂമിലും സ്ഥിതി മറിച്ചല്ല. ശുചിമുറികളുടെ സ്ഥിതിയും അതീവ ദയനീയം. കെട്ടിടത്തിന്റെ ക്ഷമത കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘം ഉടൻ പരിശോധിക്കും. ബലക്ഷയം സ്ഥിരീകരിച്ചാൽ ക്ലാസുകൾ നടത്തുന്നതിന് സമാന്തര സംവിധാനം ഒരുക്കേണ്ടിവരും. ന്യൂസ് 18 കായംകുളം. കേന്ദ്ര സർക്കാർ UK-യുമായി ഒപ്പുവെച്ച പുതിയ വ്യാപാര കരാർ കാർഷിക മേഖലയ്ക്ക് പ്രയോജനം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഇടുക്കിയിലെ കർഷകർ. കയറ്റുമതി തീരുവ ഒഴിവാക്കുന്നത് സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ലാഭം നൽകുമെന്നാണ് കർഷകരുടെ വിലയിരുത്തൽ. കയറ്റുമതി തീരുവ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയും UK-യുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്നത് ഇടുക്കിയിലെ കാർഷിക മേഖലയിലേക്കാണെന്നാണ് കർഷകരുടെ വിലയിരുത്തൽ. ഇടുക്കിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധവിളകൾക്ക് മെച്ചപ്പെട്ട വില ലഭിക്കാതെ കർഷകർ പ്രതിസന്ധി അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ വ്യാപാര നയം രൂപപ്പെട്ടത്. കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഇടുക്കി ജില്ലയ്ക്ക് കയറ്റുമതി തീരുവ ഒഴിവാക്കുന്നതോടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില ലഭിക്കാനും ഇടുക്കിയിലെ കർഷക ജനതയുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനും സഹായകരമാകുമെന്ന് BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് പറഞ്ഞു. തീരുവയില്ലാതെ യഥേഷ്ടം UK-യിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള അവസരം ഒരുങ്ങുമ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ കർഷകരെ സംബന്ധിച്ചും ഈ മേഖലയിൽ ഇടപെട്ട് വ്യാപാരവും വ്യവസായവും നടത്തുന്ന വ്യാപാരികളെ സംബന്ധിച്ചുമൊക്കെ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. യഥേഷ്ടം ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജനങ്ങളും നാണ്യവിളകളൊക്കെ വിദേശങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായും അതിന് ന്യായമായിട്ടുള്ള വില ലഭിക്കാനും ഇവിടെയുള്ള ആൾക്കാരുടെ സാമ്പത്തിക സ്രോതസ് അത് വിപുലപ്പെടുത്താനുമൊക്കെയുള്ള സാഹചര്യം ഒരുങ്ങുകയാണ്. തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് എടുത്തിട്ടുള്ള ഈ ഇനിഷ്യേറ്റീവ്, ഈ പുതിയ വ്യാപാര കരാർ ഇടുക്കിയിലെ മുഴുവൻ ആൾക്കാരെ സംബന്ധിച്ചും ഏറെ പ്രചോദനം നൽകുന്നതാണ്, ഏറെ നേട്ടമുണ്ടാക്കാൻ ഉതകുന്നതാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉൽപാദനത്തിലും കയറ്റുമതിയിലും പതിറ്റാണ്ടായി മുൻപന്തിയിൽ നിൽക്കുന്ന ജില്ലയാണ് ഇടുക്കി. മലയോരങ്ങളിൽ വിളയിക്കുന്ന ഏലവും കുരുമുളകും ജാതിയും ഉൾപ്പെടെയുള്ള സുഗന്ധവിളകൾ അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ പ്രചാരം നേടിയിട്ടുണ്ട്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനവും വർദ്ധിച്ച ഉൽപാദന ചെലവുകളും കർഷകരെ നിരാശരാക്കിയിരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ വ്യാപാര നയം നിലവിൽ വരുന്നത്. UK പോലെയുള്ള ഒരു വൻ സാമ്പത്തിക ശക്തിയുമായി കയറ്റുമതി തീരുവ ഒഴിവാക്കിക്കൊണ്ടുള്ള ഇന്ത്യയുടെ പുതിയ വ്യാപാര നയം ഇടുക്കി ജില്ലയ്ക്കും പ്രയോജനകരമാകും. ന്യൂസ് 18 ഇടുക്കി. കൊല്ലത്തിന്റെ മലയോര ഗ്രാമങ്ങൾ കൈയടക്കുകയാണ് കാട്ടാനകൾ. വ്യാപകമായ കൃഷിനാശമാണ് ആനകൾ ഈ ഭാഗത്ത് വരുത്തുന്നത്. അശാസ്ത്രീയമായ കിടങ്ങ് നിർമ്മാണമാണ് ആനകൾ ജനവാസ മേഖലയിൽ തന്നെ തുടരാനുള്ള പ്രധാനപ്പെട്ട കാരണം. വനം വകുപ്പിന്റെ വിചിത്രമായ നിലപാടാണ് വന്യമൃഗശല്യം കൂടാൻ കാരണം. ജനവാസ മേഖലയിൽ തമ്പടിച്ചിരുന്ന ആനകളെ വനത്തിലേക്ക് തുരുത്തി ഓടിക്കാതെയാണ് കിടങ്ങുകൾ നിർമ്മിച്ചത്. കിടങ്ങുകൾ കടന്ന് വനത്തിൽ പോകാൻ കഴിയാത്ത 7 ആനകളാണ് പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതും. അലിമുക്ക് അച്ചൻകോവിൽ തീർത്ഥാടന പാത കൂടി ആയതിനാൽ പുലർച്ചെ മുതൽ പാത സജീവമാണ്. ആനകൾ യാത്രക്കാരെ വഴിയിൽ തടയുന്നതും പതിവ്. റോഡിന്റെ വശങ്ങളിലെ കാട് തെളിക്കാത്തതും കൊടും വളവുകളും യാത്രക്കാർ ആനയുടെ മുമ്പിൽ അകപ്പെടുന്നതിന് കാരണമാകുന്നു. പലപ്പോഴും വാഹനങ്ങളും തലനാരിഴയ്ക്കാണ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. കൃഷിയിടങ്ങൾ മിക്കതും ആനകൾ ചവിട്ടിമെതിച്ചും തിന്നും നശിപ്പിച്ചിട്ടുണ്ട്. അലിമുക്ക് അച്ചൂർ റോഡിലെ കറവൂർ മുതൽ ഉള്ള റോഡിന്റെ ഇരുഭാഗത്തായിട്ട് 2 ഫോറസ്റ്റ് സ്റ്റേഷന്റെ ലിമിറ്റ് നിൽക്കുകയാണ്. വലതുവശം അമ്പനാർ ഡിവിഷന്റെയും ഇടതുവശം പുന്നല ഫോറസ്റ്റ് ഡിവിഷന്റെയും ഭാഗമായിട്ടാണ് വരുന്നത്. പുന്നല കടശ്ശേരി മേഖലയിലും മാമ്പഴത്ര മേഖലയിലും കാട്ടാന ശല്യത്തിന് അറുതി വരുത്തുന്ന ഭാഗമായി ഹാങ്ങിങ് ഫെൻസ്, ഫെൻസിങ്, അതുപോലെ ട്രെഞ്ച് തുടങ്ങിയപ്പോഴത്തേക്കും ആനകൾ കറവൂർ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ജനവാസ മേഖലയിൽ ആനശല്യം കാരണം യാത്ര ജീവിതം ദുരിതമാണ്. രാത്രികാലം ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. വലിയ തെങ്ങുകൾ വരെ കൂട്ടത്തോടെ എത്തി കുത്തിമറിക്കും. കറവൂർ, പെരുന്തോയിൽ, മൈക്കാമൺ തുടങ്ങിയ വാർഡുകളിലാണ് വന്യമൃഗശല്യം അതിരൂക്ഷം. കടുവ, പുലി, ആന, കാട്ടുപോത്ത്, കേഴ, പന്നി, കുരങ്ങ്, മയിൽ, മലയണ്ണാൻ എന്നിവയുടെ എണ്ണവും കൂടി ഇവയെ നിയന്ത്രിക്കുന്നതിനോ പ്രതിരോധിക്കുന്നതിനോ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ന്യൂസ് 18 പുനലൂർ. മണ്ണിടിഞ്ഞ് അപകടമുണ്ടായ കാസർഗോഡ് ചെറുവത്തൂർ വീരമലക്കുന്ന് ദേശീയപാത അതോറിറ്റി റീജിയണൽ ഓഫീസർ സന്ദർശിച്ചു. മലഞ്ചെരുവിൽ തട്ടുകൾ ഉണ്ടാക്കി മണ്ണിടിച്ചിൽ പ്രതിരോധിക്കണമെന്ന റിപ്പോർട്ട് തയ്യാറാക്കി സംസ്ഥാന സർക്കാരിന് നൽകുമെന്ന് AK ജാൻബാസ് പറഞ്ഞു.
വീരമലയിൽ വൻ മണ്ണിടിച്ചിലുണ്ടായതിനു പിന്നാലെ ഇത് രണ്ടാം തവണയാണ് ഉന്നത ഉദ്യോഗസ്ഥർ പ്രദേശം സന്ദർശിക്കുന്നത്. മലയിൽ നടന്ന അശാസ്ത്രീയമായ മണ്ണെടുപ്പിന്റെ ദുരിതം ഇല്ലാതാക്കാൻ ശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. വീരമലയിൽ നിന്ന് 30 മീറ്റർ മുതൽ 60 മീറ്റർ വരെ ഭൂമി വിട്ടുകിട്ടിയാൽ തട്ടുകളുണ്ടാക്കി ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാനാകും. ഇതിനായി സ്കെച്ച്, പ്ലാൻ എന്നിവ സഹിതം റിപ്പോർട്ട് തയ്യാറാക്കി സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കും. എന്നാൽ മണ്ണിടിഞ്ഞ ദേശീയപാതയോട് ചേർന്ന 40 ഏക്കർ ഭൂമി വനം വകുപ്പിന്റെ അധീനതയിലാണ്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ ഭൂമി വിട്ടു നൽകാൻ നിയമപരമായി സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല. ഭൂമി വിട്ടു നൽകുന്നതിനുള്ള തീരുമാനമെടുക്കാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് അപേക്ഷ നൽകേണ്ടതുണ്ട്. അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ്. അതേസമയം ചെറുവത്തൂർ മൈച്ച ദേശീയപാതയിൽ അപകടത്തെ തുടർന്ന് നിർത്തിവെച്ച വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു. ന്യൂസ് 18 ചെറുവത്തൂർ. പട്ടാമ്പിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പലതവണ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ റോഡുകളൊക്കെ തകർന്നതോടെ വലിയ പ്രതിസന്ധിയിലാണ് ഇവിടുത്തെ വ്യാപാരികൾ. തകർന്ന തരിപ്പണമായ റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമാണ്. യാത്രക്കാർ ആ ഭാഗം ഒഴിവാക്കി മറ്റു വഴികളിലൂടെയൊക്കെ പോകാൻ തുടങ്ങിയതോടെ കച്ചവടമില്ലാതായെന്ന് വ്യാപാരികൾ പറയുന്നു. റോഡുകളെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഇതുവഴി അതിസാഹസികമായി വേണം യാത്ര ചെയ്യാൻ. ആളുകൾ പട്ടാമ്പിയിലേക്ക് വരാൻ മടിക്കുന്നുവെന്നാണ് വ്യാപാരികളുടെ പരാതി. തകർന്ന റോഡ് ഒഴിവാക്കി ആളുകൾ യാത്ര ചെയ്യാൻ തുടങ്ങിയതോടെ കച്ചവടമിടിഞ്ഞു. ദീർഘദൂര ബസ്സുകൾ പോലും പട്ടാമ്പി നഗരത്തിൽ പ്രവേശിക്കാതെ മറ്റു വഴികൾ തേടി പോവുകയാണ്. ഓണക്കാലമാകുന്നതോടെ വലിയ പ്രതിസന്ധിയാകുമോ എന്ന ആശങ്കയുമുണ്ട് ഇവർക്ക്. ഇനി വരാൻ പോകുന്നത് ഓണമാണ്. സാധാരണ ഒരു കച്ചവടക്കാരെ സംബന്ധിച്ച് ഒരു സീസൺ, പ്രധാനപ്പെട്ട ഒരു വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സീസണാണ് ഓണം. ഈ ഓണവുമായി ബന്ധപ്പെട്ട തുണിക്കച്ചവടം മാത്രമല്ല, എല്ലാ ടൗണിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഒരു സെയിലും കാര്യങ്ങളും ഉണ്ടാവുന്ന സമയമാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഈ കണ്ടീഷൻ നോക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് എത്തുമ്പോഴേക്കും എന്താണ് പട്ടാമ്പിയുടെ അവസ്ഥ നമുക്കൊക്കെ അറിയാം. സമീപ പ്രദേശമായിട്ടുള്ള ചെറുശ്ശേരി അടക്കമുള്ള ടൗണുകളൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥ. മുഹമ്മദ് മുഹസിൻ MLA-യുടെ നേതൃത്വത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളുടെയും വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. മഴ മാറിയാൽ പ്രവൃത്തി തുടങ്ങുമെന്ന് MLA പ്രതികരിച്ചു. അല്ല, അത് പോട്ടെ. ഇപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പൊ മഴയത്ത് എന്തായാലും പൈപ്പ് ലൈൻ ചെയ്യുന്നത് അപകടം തന്നെയാണ്, കൂടുതൽ അപകടം. അതുകൊണ്ട് അത് ആലോചിച്ചിട്ട് ചെയ്യാം, വളരെ പ്ലാനോട് കൂടി ചെയ്യാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം റോഡ് ഇപ്പോൾ ഒരു ചെറിയ മഴ കുറച്ചു കാലം, ഒരു 10-15 ദിവസം അല്ലെങ്കിൽ 10 ദിവസം കിട്ടിയാൽ നമുക്ക് ലോക്ക് ചെയ്യാൻ, മറ്റേ പൊളിച്ച് ചെയ്യാൻ പറ്റും. റോഡിൽ പലയിടങ്ങളിലും വലിയ കുഴികളാണ്. ഇതിൽ വാഹനങ്ങൾ വീണുള്ള അപകടങ്ങളും പതിവ്. മഴ വിട്ടുനിന്നാൽ നിലവിൽ നടക്കുന്ന നവീകരണ പ്രവർത്തികൾ വേഗത്തിലാക്കുമെന്ന് അധികൃതർ പറഞ്ഞു. അലക്സ് തിയേറ്റർ വരെയുള്ള ഭാഗം റോഡ് പൂർണ്ണമായും പൊളിച്ച് പുനർനിർമ്മിക്കാനും ബസ് സ്റ്റാൻഡ് വരെയുള്ള ഭാഗം അറ്റകുറ്റപ്പണി നടത്താനുമാണ് ലക്ഷ്യം. ന്യൂസ് 18 പട്ടാമ്പി. കായംകുളം കൃഷ്ണപുരത്തെ മുക്കട ജംഗ്ഷനിലെ ഒരു റോഡ് തകർന്നിട്ട് നാട്ടുകാർ ആകെ ദുരിതത്തിലാണ്. തോണ്ടലിൽ കുന്നേൽ റോഡാണ് തകർന്ന് കിടക്കുന്നത്. ദേശീയപാതയിൽ നിന്ന് പുതുപ്പള്ളി പ്രയാർ ഭാഗങ്ങളിലേക്ക് ഇതുവഴിയാണ് ആളുകൾ പോകുന്നത്. മഴക്കാലമായതോടെ പൊളിഞ്ഞ ഭാഗങ്ങളിലെല്ലാം വെള്ളക്കെട്ട് കൂടി വന്നതോടെ ദുരിതം ഇരട്ടിയായി. കായംകുളം കൃഷ്ണപുരം മുക്കട ജംഗ്ഷനിലെ തോണ്ടലിൽ കുന്നേൽ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ദേശീയപാതയിൽ നിന്ന് പുതുപ്പള്ളി പ്രയാർ ഭാഗങ്ങളിലേക്ക് യാത്രക്കാർ പോകുന്നത് ഇതുവഴിയാണ്. കുഴികൾ നിറഞ്ഞ റോഡിൽ മഴവെള്ളം കെട്ടിനിൽക്കുന്നതോടെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. കൃഷ്ണപുരം കൊട്ടാരം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നിടത്തെ പ്രധാന റോഡാണ് തകർന്നു കിടക്കുന്നത്. കൃഷ്ണപുരം കൊട്ടാരത്തിലേക്ക് വിദേശികൾ ഉൾപ്പെടെയുള്ളവർ ഇതുവഴിയാണ് എത്തുന്നത്. റോഡ് തകർന്നു കിടക്കുന്നത് കൂടാതെ ജലജീവൻ മിഷന്റെ കുടിവെള്ള പൈപ്പുകൾ ഇടാൻ റോഡിന്റെ വശങ്ങളിൽ കുഴികൾ എടുത്തിട്ടുള്ളതും ദുരിതം ഇരട്ടിയാക്കുന്നുണ്ട്. ദിവസവും 100 കണക്കിന് പേരാണ് ഇതുവഴി കടന്നുപോകുന്നത്. മുക്കടയിൽ നിന്ന് തോണ്ടലിൽ കുന്നേൽ വരെയുള്ള റോഡ് നവീകരിക്കാൻ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽപ്പെടുത്തി 45 ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും നിർമ്മാണം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഇതേ റോഡിലെ ആശുപത്രി മുതൽ കൃഷ്ണപുരം ക്ഷേത്രം വരെയുള്ള റോഡ് പുനരുദ്ധരിക്കുന്നതിന് പ്രതിഭ MLA-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 33 ലക്ഷം അനുവദിച്ചിരുന്നുവെങ്കിലും നാട്ടുകാരുടെ ദുരിതത്തിന് മാറ്റമില്ല. ന്യൂസ് 18 കായംകുളം. മലബാർ റിവർ ഫെസ്റ്റിന്റെ 11ാമത് എഡിഷന്റെ ഭാഗമായി ചാലിപ്പുഴയിൽ കയാക്കിംഗ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. മത്സരത്തിൽ പങ്കെടുത്ത മലയാളി കുട്ടികൾ തിളങ്ങി. എറണാകുളം ജില്ലയിലെ താമരച്ചാൽ സെയിന്റ് മേരീസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളായ 12കാരി ഡോണ മേഴ്സലയും 10 വയസ്സുകാരനായ റയാനും ബോട്ടർ ക്രോസ് വിഭാഗത്തിൽ മത്സരിച്ച 2 പേരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്.
ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോടഞ്ചേരി പുലിക്കയത്ത് തുടക്കമായപ്പോൾ ആദ്യ ദിനത്തിൽ കയ്യടി നേടിയത് ഒരേ കുടുംബത്തിലെ 2 കുഞ്ഞു കയാക്കർമാരാണ്. എറണാകുളം താമരശാൽ സ്വദേശി ജോർജ് ഫെലിക്സ്, പ്രിയ എന്നിവരുടെ 2 മക്കളായ 10 വയസ്സുകാരൻ റയാൻ, 12 വയസ്സുകാരി ഡോണ എന്നിവരാണ് കയാക്കിങ്ങിൽ തിളങ്ങിയത്. രാവിലെ മത്സരത്തിനെത്തുമ്പോൾ പ്രതികൂല കാലാവസ്ഥയായിരുന്നു. കലങ്ങി കുത്തിയൊലിച്ചു വരുന്ന പുഴയാണ് കണ്ട കാഴ്ച. അതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് തെളിഞ്ഞപ്പോൾ പേടി മാറിയെന്നും ഡോണ പറഞ്ഞു. രാവിലത്തെ വെള്ളം കണ്ടപ്പോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ വെള്ളം ചെറുതായിട്ട് കുറഞ്ഞു വരണ്ടായി. അപ്പൊ അങ്ങനെ ചെയ്തതാണ്. സപ്പോർട്ട് അപ്പുണ്ട്, അമ്മയുണ്ട്, വീട്ടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യും, സ്കൂളിലെ ടീച്ചർമാര് സപ്പോർട്ട് ചെയ്യും. വൈറ്റ് വാട്ടർ കയാക്കിംഗ് വളരെ റിസ്ക് ആണെന്നും 2 മക്കളെയും നല്ല ട്രെയിനിംഗ് നൽകി വലിയ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും മാതാവ് പ്രിയ പറഞ്ഞു. ന്യൂസ് 18 മുക്കം. ഇനി സ്പെഷ്യൽ ഡേ വിഷസിലേക്കാണ്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ആരൊക്കെയെന്ന് നോക്കാം. പട്ടാഴി സ്വദേശി രേഷ്മയുടെ പിറന്നാളാണിന്ന്. രേഷ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. പത്തനാപുരം കമുകുഞ്ചേരിയിലെ അദ്വിക്കിന്റെ പിറന്നാളാണ് ഇന്ന്. അദ്വിക്കിന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ അദ്വിക്. അതുപോലെ വാർത്തകൾ ഇന്ന് ചെറിയൊരു ഇടവേള എടുത്തിട്ട് നമുക്ക് പോലീസ് പെട്രോൾ കാണാം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വീണ്ടും വാർത്തകളിലേക്ക്. നമുക്ക് സാധാരണ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ തളർന്നു പോകുന്ന മനുഷ്യന്മാരെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അല്ലാതെ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നവർ എപ്പോഴും നമുക്കൊക്കെ ഒരു പ്രചോദനമാണ്. അങ്ങനെ ഒരു പ്രചോദനമാകുന്ന ഒരു സ്ത്രീയിലേക്കാണ് നമ്മുടെ അടുത്ത വാർത്ത പോകുന്നത്. സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്ന കൊച്ചി സ്വദേശി ദിവ്യ. കൊച്ചി ക്വീൻസ് വാക്ക്വേയിൽ ആരംഭിച്ച ചെറിയൊരു ഷോപ്പ് വെറൈറ്റി ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട അവരുടെ ഒരു സ്പോട്ടായി മാറുകയാണ്. കുറേ നാളായി ഒരു സ്പെഷ്യൽ ചീസി ബ്രെഡ് ഓംലെറ്റ് കഴിക്കാൻ ഒരു കൊതി. നമ്മൾ കൊച്ചി നഗരത്തിൽ ഇങ്ങനെ കറങ്ങി അവസാനം ഒരിടത്ത് അത് കണ്ടുകിട്ടി. എവിടെയാന്നല്ലേ? ക്യൂൻ വാക്ക്വേയില് വിദ്യ ചേച്ചിയുടെ കട. നമുക്ക് ചേച്ചിനോട് തന്നെ ഈ സ്പെഷ്യൽ റെസിപ്പിയെ കുറിച്ചും ഒപ്പം ചേച്ചിയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ചേച്ചി പരിചയമുണ്ടാകും. പല മാധ്യമങ്ങളിലൂടെയും നമ്മൾക്ക് പരിചിതരായിട്ടുള്ള 2 മുഖങ്ങളാണ്. ചേച്ചി ഇതേ സ്പെഷ്യൽ ചീസി ഓംലെറ്റ് തയ്യാറാക്കുന്നതിന്റെ തിരക്കിലാണ്. ചേച്ചി ഞങ്ങൾ കുറേ കറങ്ങി ഒരുപാട് പേരെടുത്ത് ചോദിച്ചപ്പോഴാണ് ഇവിടെ വന്നാൽ നല്ല സൂപ്പർ ഓംലെറ്റ് കിട്ടും എന്ന് പറഞ്ഞത്. ആണോ? പറയുന്നുണ്ട്, ആൾക്കാർ പറയുന്നുണ്ട്, നല്ലതാന്ന് പറയുന്നുണ്ട്. അങ്ങനെ വലിയ ഹൈപ്പല്ല, കുഴപ്പമില്ലാണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ല രുചിയിൽ കഴിക്കുന്നുണ്ട്. അതെ. ഇതെങ്ങനെയാണ് ഇവിടെ ഒരു കട തുടങ്ങാമെന്നുള്ള ഒരു ഐഡിയ ഒക്കെ വന്നത്? കട കൊറോണ സമയത്ത് തുടങ്ങിയതായിരുന്നു. ഇങ്ങനൊരു ഒരു ഗതിയില്ലാത്ത സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ, കയ്യിൽ വേറെ ഫണ്ടൊന്നുമില്ല, അപ്പോൾ ചെറുതായിട്ടൊന്ന് തുടങ്ങിയതാണ്. നല്ല നാട്ടുകാരും നല്ല നമ്മുടെ കസ്റ്റമേഴ്സും മീഡിയാസ് എല്ലാവരുടെയും സഹകരണം കൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു അത്യാവശ്യം നല്ലൊരു രീതിയിൽ പോകുന്നുണ്ട്. അത്യാവശ്യം കുറേ പേര് അന്വേഷിച്ച് വരുന്നുണ്ട്. മീഡിയാസിലൊക്കെ കണ്ടുകൊണ്ട് കുറേ പേര് അവരിപ്പോൾ ഇത് ചെയ്യാനല്ല, നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവരുടെ ഒരു നേരത്തെ ഭക്ഷണം നമ്മുടെ വീട്ടിൽ ഒരു നേരത്തെ അന്നമായിട്ട് തന്നെ പോകുന്നുണ്ട്. കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ തരത്തിലും സപ്പോർട്ടിങ് ഉണ്ട്. എല്ലാവരും അടുത്തുള്ള കടക്കാരായിക്കോട്ടെ, വന്ന കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, മീഡിയാസ് ആയിക്കോട്ടെ, അത്യാവശ്യം നല്ല സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതെ. 2 മക്കളാണ് അല്ലേ? ഹെൽപ്പ് ചെയ്യാൻ മക്കളും ഉണ്ട്. ഒരാൾ ഇവിടെ ഉണ്ട്, പക്ഷെ ക്യാമറ കണ്ടിട്ട് ഓടിക്കളഞ്ഞ ആൾക്ക് നിൽക്കാനൊക്കെ ഒരു ചെറിയൊരു ചമ്മലെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ? മക്കളും ഉണ്ടല്ലേ? അതെ, മക്കൾ ഫുൾ സപ്പോർട്ട് ഉണ്ട്. 2ാമത്തെ ആളാണ് ഫുൾ ടൈം ഇവിടെ നിൽക്കാറ്. ഇന്ന് നമുക്ക് ക്ലാസ്സിൽ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ലേറ്റ് ആവും. അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മൂത്താൾ വന്നേ ഉള്ളൂ. ഇവളങ്ങനെ ക്യാമറയുടെ മുമ്പിൽ അങ്ങനെ വരാറില്ല, എപ്പോഴും വീട്ടിലാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇന്നിപ്പോൾ ചെറിയ വീക്കെൻഡിൽ അത്യാവശ്യം തിരക്കുണ്ടാവും. പിന്നെ വെള്ളി ശനി ഞായറൊക്കെ തിരക്കുണ്ടാവും. അതുകൊണ്ടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവളെ കൊണ്ടുവന്നേ ഉള്ളൂ. എത്ര മണിക്കാണ് കട സ്റ്റാർട്ട് ചെയ്യുന്നത്? എത്ര മണിയാകുമ്പോഴത്തേന് 4:30 സ്റ്റാർട്ട് ചെയ്യും. മഴയൊക്കെ ആണെങ്കിൽ തുറക്കാനേ പറ്റാറില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴയൊക്കെ ആണെങ്കിൽ. അല്ലെങ്കിൽ 4:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഒരു 10-11 മണി വരെയൊക്കെ ഉണ്ടാവും. കസ്റ്റമേഴ്സ് അതും നടക്കട്ടെ.
ചേച്ചിയുടെ ഇവിടെ പ്രിപ്പറേഷൻ ചപ്പാത്തിയിലാണ്. സാധാരണ നമ്മൾ കുബൂസിലൊക്കെയാണ് ഇത് നിർമ്മിക്കുന്നത് കാണുന്നത്. കുബൂസ് അത്ര ആരോഗ്യത്തിന് നല്ലതല്ല എന്നൊരു അറിവും കൂടി കൊണ്ടായിരിക്കും ചേച്ചി ചപ്പാത്തിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ചേച്ചി എന്തൊക്കെയുണ്ട് മറ്റ് സ്പെഷ്യലൊക്കെ എന്താണ് ഇവിടെ? ഇല്ല, ഞങ്ങൾക്ക് ആകെ 3 ഐറ്റം ഉള്ളൂ. ചിക്കൻ റോള്, എഗ് റോള്, ചീസി ബ്രെഡ് ഓംലേറ്റ്. നമുക്ക് മെയിനായിട്ട് 3ഉം അത്യാവശ്യം നല്ലൊരു ഇതിൽ തന്നെ പോകുന്നുണ്ട്. ബ്രെഡ് ഓംലേറ്റ് നമ്മുടെ ഒരു സ്പെഷ്യലായിട്ട് പറഞ്ഞു അത് കുറച്ചും കൂടി സ്പെഷ്യലായി. ആൾക്കാർ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഇത് ബ്രെഡ് ഓംലേറ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതിന്റെ ചെറിയൊരു റെസിപ്പിയും കൂടി പറഞ്ഞു കൊടുക്കാം. റെസിപ്പി അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യൽ അല്ല. നമ്മൾ നൂഡിൽസ് ഒക്കെയാണ് അതിനകത്ത് മിക്സ് ചെയ്യണ നൂഡിൽസ് എന്നേ ഉള്ളൂ. അതിനകത്ത് പിന്നെ നമ്മൾ കൊടുക്കുമ്പോഴത്തേനും അതിൻ്റെതായിട്ടുള്ള ഒരു തീർച്ചയായിട്ടും അത് ഭയങ്കര നമുക്കൊരു കസ്റ്റമർ എന്നുള്ള ഉപരി നമുക്ക് വരണ ഓരോരുത്തരും നമ്മുടെ ഒരു സുഹൃത്തോ നമ്മുടെ ഇതുമായിട്ടാണ് വരുന്നത്. കസ്റ്റമർ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത് അവർ വരാൻ വേണ്ടി എന്തായാലും വരുന്നുണ്ട്. മിക്കവരും വരുന്നുണ്ട്. പിന്നെ മിക്കവരും വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും കട തുറക്കാൻ പറ്റാറില്ല. കുറേ പേര് ഫോൺ നമ്പർ കൊണ്ടുപോയിട്ട് വിളിച്ച് ചോദിച്ചിട്ട് വരുന്നുണ്ട്. കുഴപ്പമില്ല. പിന്നെ സ്വിഗ്ഗിയിലൊക്കെ ഇല്ല, സ്വിഗ്ഗി ഞങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ പ്യുവറായിട്ട് സ്ക്യൂസ് ചെയ്യണം. മുസംബി ജ്യൂസാണ് പിന്നെ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. മധുരമൊന്നും ചേർക്കാണ്ട് പ്യുവറായിട്ട് തന്നെ നമ്മൾ സ്ക്യൂസ് ചെയ്ത് കൊടുക്കണ ജ്യൂസ്. ഈ ഐറ്റമാണ് നമുക്കുള്ളത്. സ്ഥിരം ഇത് കഴിക്കാൻ വേണ്ടി എത്തുന്ന ആൾക്കാരുണ്ട്. സ്ഥിരം എന്ന് പറഞ്ഞാൽ ഡെയിലി അല്ല. ഇപ്പം എല്ലാ ഞായറാഴ്ച വന്നവരുണ്ട്, എല്ലാ തിങ്കളാഴ്ച വന്നവരുണ്ട്. അങ്ങനെ ഓരോ ഡേയ്സിൽ എന്തായാലും വീക്കിലി ഒരു പ്രാവശ്യം എന്തായാലും വരുന്നുണ്ട്. എല്ലാവരും വീക്കിലി ഒരു പ്രാവശ്യം വരുന്നുണ്ട്. പിന്നെ ഡെയിലി ഇത് കഴിക്കാൻ പറ്റുമെന്നുള്ളത് അറിയത്തില്ല. നമ്മള് ഇപ്പോൾ ആളുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന രാത്രി കാലം, രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ടെൻഷൻ ഫ്രീ ആയിട്ട് വന്നിരിക്കാം. പ്രത്യേകിച്ച് ക്യൂരിവാബേ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു അടിപൊളി സ്ഥലമാണ്. നമുക്ക് ഈ കായലിന്റെ കാറ്റൊക്കെ ഏറ്റ് ചെറിയ ഫുഡ് കഴിച്ച് ഒരു ചായയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റുന്ന അങ്ങനെ വരുന്ന ആൾക്കാരുടെ സ്റ്റുഡൻസ് ഒക്കെ ഒരുപാട് വരാറുണ്ട്. പിന്നെ ഫാമിലി വരാറുണ്ട്, സ്റ്റുഡൻസ് വരാറുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ഇത് ചെയ്തപ്പോൾ തന്നെ ഇപ്പം ആൾക്കാർ കൂടി നന്നായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പം ഇത്രയും ഡെവലപ്ഡ് ആക്കിയല്ലോ. കുറേ നാൾ മുമ്പ് ഞങ്ങളൊക്കെ ഇവിടെ ഷോപ്പ് ഇടുന്ന സമയത്ത് ലൈറ്റ് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഒരാളെടുത്തിട്ട് പുള്ളി ഇത് ഫുൾ ഇപ്പം മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോൾ ഇത്രയും നല്ലൊരു സ്പോട്ട് ആക്കി എടുത്തു. അതുകൊണ്ടാണ് നമുക്കും ധൈര്യമായിട്ട് ഇവിടെ ഇപ്പൊ ഇത്രയും പിന്നെ രാത്രി ആയാലും നമുക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട് ഇവിടെ. ഞാനൊക്കെ ഇപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ ആകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടൊക്കെയാണ് പോണത്. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു ഒക്കേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് അങ്ങനത്തെ സമയത്ത് മാത്രമേ 2 മണി 3 മണി വരെയൊക്കെ ഞാൻ നിൽക്കാറുള്ളൂ. എപ്പോഴാണെങ്കിലും ഇവിടെ ടൈമിൻ്റെ അല്ല, പ്രൊട്ടക്റ്റഡ് ആണ് നമ്മൾ. ഓക്കെ, താങ്ക് യു. അങ്ങനെ വിദ്യ ചേച്ചിയാണ് നമ്മളോട് സംസാരിച്ചത്. ചേച്ചിയുടെ കടയുടെ വിശേഷങ്ങളെ കുറിച്ചൊക്കെ പറയുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സ്പെഷ്യൽ ചീസ് ഓംലെറ്റ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ എത്തിയാൽ നല്ല ചേച്ചിയുടെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു ഓംലെറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ക്യാമറാമാൻ KP ദിനേശിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തും. തൂങ്ങി മരണമെന്ന ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തുവന്ന സാഹചര്യത്തിലാണ് കുടുംബത്തിന്റെ തീരുമാനം. സതീഷിന്റെ പീഡനമാണ് മരണത്തിന് കാരണമെന്നും നിയമ പോരാട്ടം തുടരുമെന്നും അച്ഛൻ രാജശേഖരൻ പിള്ള പറഞ്ഞു. സതീഷ് എന്ന് പറയുന്ന എൻ്റെ മകളുടെ ഭർത്താവ് അതിനൊരു വെൽ പ്ലാനായിട്ടൊരു കൊലപാതകം നടത്തിയത് പോലെ എനിക്ക് തോന്നി. കാരണം ഒരു ദയയും അവൻ എൻ്റെ മകൾക്ക് കൊടുത്തിട്ടില്ല. അവൻ തുടർന്ന് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നതിന് മർദ്ദനത്തിൻ്റെയൊക്കെ ഞാനൊന്ന് അതിൻ്റെ ഒരു നേർചിത്രം ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ അവനൊരു കൊലയാളി തന്നെയാണ്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അവൻ അവളെ കൊന്നതെന്നാണ് എൻ്റെ വിശ്വാസം. കുറേശ്ശെ അത് പടിപടിയായി അവൻ ചെയ്ത് പൂർത്തിയാക്കിയെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ ഒരിക്കലും എൻ്റെ മോൾ ജീവിതത്തിൽ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. അവളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദി അവൻ തന്നെയാണ്. വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, ഈ ആരോപണങ്ങളൊക്കെ കുടുംബം നേരത്തെ ഉന്നയിച്ചതാണ്. ഇപ്പോൾ ഈ ഫോറൻസിക് പരിശോധനാ ഫലം വന്ന ശേഷവും അവർക്ക് സംശയങ്ങൾ ബാക്കിയാണോ? തീർച്ചയായും ശ്രീജ, മകൾ സ്വന്തം മനസ്സാലെ ജീവനൊടുക്കില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും അച്ഛൻ രാജശേഖരൻ പിള്ള ഉറച്ചു നിൽക്കുന്നത്. നിവൃത്തിയില്ലാതെ ഒരുപക്ഷെ ചെയ്തു പോയെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദി ഭർത്താവ് സതീഷ് തന്നെയാണെന്നാണ് ഇപ്പോഴും രാജശേഖരൻ പിള്ള പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നത്. അതിൽ തൂങ്ങിമരണം എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നതും. സംഭവത്തിൽ അസ്വാഭാവികത
ഉണ്ടെന്നും അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഇവരുടെ സഹോദരി ദുബായിൽ പരാതി നൽകിയിരുന്നു. എന്തായാലും അതിന്റെ നിയമ നടപടികൾക്ക് ശേഷം മറ്റു നടപടികളെല്ലാം പൂർത്തിയായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മൃതശരീരം നാട്ടിലേക്ക് എത്തിക്കാൻ തടസ്സങ്ങളൊന്നും തന്നെയില്ല. ഇന്ന് രാത്രിയോടുകൂടി മൃതശരീരം തിരുവനന്തപുരത്ത് എത്തിക്കും. തുടർന്ന് അവിടെ മോർച്ചറിൽ സൂക്ഷിച്ചിട്ട് റീപോസ്റ്റ്മോർട്ടം അടക്കം നടത്തുക അത്തരത്തിലുള്ള ഒരു ആവശ്യം കുടുംബം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. റീപോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മൃതശരീരം നാട്ടിലേക്കും അത് തന്നെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുക. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് നിലനിൽക്കുന്നുണ്ട്. കേസ് സംസ്ഥാന പോലീസ് ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ കേസ് ഏറ്റെടുത്ത സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഈ വീട്ടുകാരുടെ എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊട്ടാരക്കരയിൽ നിന്ന് കുടുംബം റീപോസ്റ്റ്മോർട്ടം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. നാട്ടിൽ മൃതദേഹം എത്തിച്ച ശേഷമായിരിക്കും റീപോസ്റ്റ്മോർട്ടം നടത്തുക. രാവിലെ പൂർണ്ണമാവുകയാണ്. ഇനി 9 മണി വാർത്ത വിശദമായി കാണാം. ഭവ്യ പാർവതി ചേരും.